Hello, my dear CBSE 10 family. മക്കളെ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചാറ്റ് ബോക്സിൽ സാറിന് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഫയർ ഇമോജി, ഒരു ഗുഡ് ഈവനിങ് ഒക്കെ ഇട്ട് നിറച്ചോളൂ. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഹരി സാറെ വിളിക്കുന്നുണ്ട്. ആദിശേ ഹലോ. ഓക്കെ മക്കളെ, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ ഹരി സാറിനെ? വേറെ വോയിസിനൊന്നും പ്രശ്നമില്ല എന്നാണ് ഹരിസാറിന്റെ വിശ്വാസം. ആണെങ്കിൽ എല്ലാവരും ഫയർ ഇമോജി ഇട്ടോളൂ. നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നോക്കാൻ പോവാണ് നിങ്ങളുടെ ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഏകദേശം സാറൊരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ തീർത്ത് തരാം. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി വെച്ചോളൂ. കാരണം ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ലൈവ് തീരുന്നവരെ ഇവിടെ ഇരിക്കാൻ നോക്കുക. മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് അടിക്കാനുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ലൈക്ക് അടിച്ചൊന്ന് പവർ ആക്കി വെച്ചോളൂ. ഓക്കെ, യെസ്, ഞങ്ങൾ ഇന്ന് ചാറ്റ് ബോക്സ് കത്തിക്കുമെന്ന് പറഞ്ഞു നോക്കിയിട്ട്. പിന്നെ അല്ല ആദിശേ, ഇവിടെ നമ്മളെ ആശിഷ് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി അവളെ ആശിഷ്? അതുപോലെ തന്നെ ജോയ് ബോയ് ഒക്കെ എവിടെ പോയി? എല്ലാവരും എവിടെ പോയി? എല്ലാവരും വിളിച്ചിട്ട് വരിക മക്കളെ, അടിപൊളിയാക്കുക. അതുപോലെ അധീന ഉണ്ടായിരുന്നല്ലോ മക്കളെ, കുറേ പേരുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എല്ലാവരും ഓണത്തിൻ്റെ ഒരു തിരക്കിലാണെന്നാണ് സാറിൻ്റെ വിശ്വാസം. എനിവേ, നിങ്ങളെ ഓണമൊക്കെ എങ്ങനെ പോകണു? മഴയുണ്ടോ? അടിപൊളിയാണോ? ഹരിസാറ് പോകണം വയനാട് ചുരത്തിൽ, താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിഞ്ഞിട്ട് ആ വഴി പോകാൻ പറ്റൂല എന്ന് സാറിനോട് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ സാർ എന്ത് ചെയ്തു, വേറൊരു വഴിക്ക് പോകാലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഓണം വെക്കേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ അവിടെ എന്താണ് അവസ്ഥ? ഓണവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണു? തുടങ്ങിയോ? റെഡി ആയോ? സെറ്റാണോ? ഓക്കെ, റെഡി. ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അല്ലേ? യെസ്. ഓക്കെ, എനിവേ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഹരിസാറിൻ്റെ മക്കളോടൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. നമ്മുടെ ഓണം ഓഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CBSE ലക്ഷ്യ ബാച്ചിൽ ഇപ്പം ചെറുതായിട്ടൊരു പ്രൈസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെപ്റ്റംബർ 5 വരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തുന്നുണ്ട്, ഒന്ന് എക്സ്റ്റെൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിവേ, എൻ്റെ മക്കൾ ഇപ്പം തന്നെ അങ്ങനെ എക്സ്റ്റെൻഡിങ് കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കേണ്ട കാര്യമില്ല. മാക്സിമം ഇന്ന് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. അടിപൊളിയാക്കാം. ഓക്കെ, സാറിൻ്റെ വീട് വയനാട്ടിൽ എവിടെയും ചോദിക്കേണ്ട മക്കളെ, സാറിൻ്റെ വീട് വയനാട് മാനന്തവാടിയാണ് കേട്ടോ. ഓക്കെ, എനിവേ, നമ്മളിവിടെ പറഞ്ഞു വെച്ച ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള പ്രൈസ് റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞിട്ടുള്ള 75909021 22 വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നമുക്ക് റെക്കോർഡ് ക്ലാസ് അവിടെ കിട്ടുന്നതായിരിക്കും, വർക്ക് കിട്ടുന്നതായിരിക്കും, PDF ക്ലാസ് നോട്ട്സ് അവിടെ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റാണ്. നിങ്ങൾക്ക് CBSEയിലെ A1 എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എക്സാമിനർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു പ്രസ്റ്റീജിയസ് ബാച്ചാണ് CBSE 10 ലക്ഷ്യ ബാച്ച്. അപ്പം എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കിയോളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് CBSE 10 നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ നോട്ടും കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിവേ, നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പ്രിന്റ് കൾച്ചർ ആൻഡ് ദി മോഡേൺ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും. കുറേ എങ്ങനെയാണ് പ്രിന്റ് ഉണ്ടായെന്ന് പഠിക്കും, എന്താണ് ഈ പ്രിന്റ് ടെക്നോളജി എന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കും. അതിനുശേഷം നിങ്ങൾ പഠിക്കും എന്താണ് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ സ്ത്രീകളുടെ റോൾ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ. അപ്പം അതിന് തുടക്കമായിട്ട് സാറ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ നമുക്ക് പറഞ്ഞു തരാം. യെസ്, നാളെ സ്കൂളിൽ ഓണം ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആണോ? ഓക്കെ, ഞാൻ മിസ് ചെയ്തു. ആശിഷിന് ഇപ്പം ഞാൻ ചോദിച്ചോളൂ, ആദിഷിനെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സാർ ആശിഷിനെ ചോദിച്ചോളൂ, എവിടെ പോയി എൻ്റെ മക്കൾ എന്ന് ചോദിച്ചു. ഓക്കെ, എനിവേ, നമ്മൾ ഈ ചാപ്റ്റർ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. സാർ ആദ്യം തന്നെ നമുക്കോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതാ വെച്ചിട്ടുണ്ട്. എന്താണ് ബിഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രോപ്പർ പ്രിന്റിംഗ് ടെക്നോളജി വാട്ട് വാസ് ദി മെത്തേഡ് എക്സിസ്റ്റഡ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം പ്രിന്റിംഗ് ടെക്നോളജി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും നിങ്ങൾ കാണുന്ന എല്ലാം പ്രിന്റിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, ഇപ്പം സത്യം പറഞ്ഞതാ, എക്സാമിനറിന് ഇവിടെ എഴുതിയത് വരെ പ്രിന്റാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, പ്രിന്റിംഗ് ടെക്നോളജി ഉണ്ടാവുന്നതിന് മുന്നേ ആളുകൾ എങ്ങനെയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള എന്ത് മെത്തേഡായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എഴുത്തിനും വായനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വായന അറിയുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് ആളുകൾ എത്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരെന്താണ് എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചിരുന്നത്, ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ കമന്റ് ചെയ്തോ. എനിവേ, സാറിൻ്റെ മക്കൾക്ക് വേണ്ടി ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ദ ഫസ്റ്റ് പ്രിന്റഡ് ബുക്സ് വാസ് ഇനീഷ്യൽ ഫോം എന്ന് പറയുന്നത് ഹാൻഡ് പ്രിന്റ്. അതായത് നമ്മൾ മനുഷ്യന്മാരെന്ത് ചെയ്ത് കൈ കൊണ്ട് എഴുതി ഉണ്ടാക്കി ഇങ്ങനെ കിരി എന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഹാൻഡ് പ്രിന്റിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുക. നമുക്ക് ഈ പറഞ്ഞ പ്രിന്റിംഗ് മെഷീൻ ഉണ്ടാവുന്നതിന് മുന്നേ നമുക്ക് കാണാൻ പറ്റുക. അതൊരു ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് ചൈനയിലാണ്. എവിടെയാണ്? ചൈനയെ കാണാൻ പറ്റും. ദെൻ ജപ്പാനിൽ കാണാൻ പറ്റും, കൊറിയയിൽ കാണാൻ പറ്റും. എവിടെ കാണാൻ പറ്റും? കൊറിയ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചൈനയും ജപ്പാനെ കുറിച്ചായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഈ ഭാഗത്ത്. കൊറിയനെ പറ്റി നമ്മൾ അധികം നോക്കുന്നുണ്ടാവില്ല, കാരണം കൊറിയനെ പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അധികം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരിക, ചൈന, ജപ്പാൻ ആൻഡ് കൊറിയ ആണ് ആദ്യകാലങ്ങളിൽ ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ ഇങ്ക്ഡ് വുഡൻ ബ്ലോക്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള വുഡൻ ബ്ലോക്സ് ഉണ്ട്, അഥവാ മരത്തടികളിലേക്കാണ് ഈ പറഞ്ഞിട്ടുള്ള
മഷി കൊണ്ട് കൈയും കൊണ്ട് ഇങ്ങനെ എഴുതി അവരെന്ത് ചെയ്തിട്ടുള്ളത് ഓരോന്ന് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൽഫബറ്റ്സ് ആയിരുന്നു അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാണുന്ന ABCDEFG ആണോ? അല്ല, അന്ന് വേറൊരു തരത്തിലുള്ള ഒരു ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ് ആ ലാംഗ്വേജ് അവിടെ ഉള്ളത്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈജിപ്തിൽ ക്യൂണിഫോം ലിപി നമുക്ക് കാണാൻ പറ്റും. അതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ലിപികളും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള വുഡൻ ബ്ലോക്സിൽ അല്ലെങ്കിൽ വുഡ് ബ്ലോക്സിൽ അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ദ പേപ്പർ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താ പറഞ്ഞു നോക്കേണ്ടത്? പേപ്പർ എന്ന് പറഞ്ഞ സാധനം എന്നവർ പതുക്കെ ഉണ്ടായി വരുന്ന ഒരു സമയം. ആ സമയത്ത് റബ്ഡ് അഗെയിൻസ്റ്റ് പേപ്പർ, ആ പേപ്പറിൽ ഈ പറഞ്ഞ വുഡൻ ബ്ലോക്സ് എന്ത് ചെയ്യും? അച്ചടിക്കും. ഡിം എന്ന് പറഞ്ഞ അച്ചടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഷി കൊണ്ട് എഴുതിയ ആൽഫബറ്റ്സ് എന്ത് ചെയ്യും? ഈ വുഡൻ ബ്ലോക്സിൽ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ആ കാർവ് ചെയ്തത് ഒന്ന് കുറച്ച് മഷിയൊക്കെ പുരട്ടിയിട്ട് ഈ പറഞ്ഞ പേപ്പറിലേക്ക് റബ്ബ് ചെയ്യും. റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ അമർത്തും. ഫൈൻ. അപ്പം എന്താ സംഭവിക്കുക? ഈ പേപ്പറിലേക്ക് എന്താണോ ആ വുഡൻ ബ്ലോക്സിലെ ലെറ്റേഴ്സ് അത് അവിടെ പ്രിന്റ് ആവും അല്ലേ? ഇങ്ങനെയാണ് ആദ്യ കാലങ്ങളിൽ അവർ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഹാൻഡ് പ്രിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വുഡൻ ബ്ലോക്സിൽ അവർ ചില സർട്ടൻ ലെറ്റേഴ്സ് അവർ കാർവ് ചെയ്ത് വെക്കും, അത് മഷിയിലെ മുക്കും. ദെൻ ഈ പറഞ്ഞ പേപ്പറിൽ അവർ റബ്ബ് ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഈ പറഞ്ഞ ലെറ്റേഴ്സ് അവിടെ പതിയും, ആ പേപ്പറിൽ പതിഞ്ഞും. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഹാൻഡ് പ്രിന്റ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് കോൾഡ് ഹാൻഡ് പ്രിന്റ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിനുശേഷം പേപ്പേഴ്സ് വേർ പോറസ് എന്ന് പറഞ്ഞു നോക്കണം. എന്താ പോറസ്? സുഷിരങ്ങളുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേർത്ത, അല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ പൊടിയുന്ന പപ്പടം എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ സാധനം. ഈ പറഞ്ഞ പോറസ് ആയിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരുപാട് സുഷിരങ്ങളോട് കൂടിയിട്ടുള്ള സാധനം. ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, സോ 2-sided പ്രിന്റിംഗ് കനോട്ട് ബി പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെറിയ ഇങ്ങനെ മിനുസുള്ള, നമ്മൾ ഇപ്പം തന്നെ നമ്മൾ നോട്ട് ബുക്കിൽ മഷിപ്പേന അല്ലേ, ഈ പറഞ്ഞ ഇങ്ക് പെന്നുകൊണ്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇപ്പുറ സൈഡ് നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റൂല. കാരണം ഈ ഇങ്ക് അപ്പുറത്തേക്ക് എന്താവും? പടരും. സ്വാഭാവികമായിട്ടും ഒരു സൈഡ് മാത്രമേ പേജിൻ്റെ നമുക്ക് എഴുതാൻ പറ്റൂ. സെയിം ടെക്നിക്ക് ഈ പറഞ്ഞ പോറസ് പേപ്പറിൽ ഒരു സൈഡിൽ വുഡൻ ബ്ലോക്ക് അച്ചടിച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അച്ചടിക്കാനൊന്നും പറ്റൂല. അത് ആ പേപ്പർ നശിച്ചു ആ ഭാഗത്ത്. ഓക്കെ, റെഡി? യെസ്, സെറ്റ്. ഓക്കെ, ആശിച്ച് എല്ലാവരും വിളിച്ചിട്ട് വാ കേട്ടോ. ഓക്കെ, സച്ച് ബുക്സ് ആർ കോൾഡ് അക്കോർഡിയൻ ബുക്സ്. ഇങ്ങനെയുള്ള പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ കുറെ ബുക്കിന്റെ പേരുണ്ട്, അതിനാണ് അക്കോർഡിയൻ ബുക്സ്. അക്കോർഡിയൻ ബുക്സിന് പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഒടിഞ്ഞ് മടങ്ങിയിട്ട് നിൽക്കുക. ഓക്കെ, സാർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. എന്താ ഈ കാണുന്നതാണ്. ഇത് സാർ ഇവിടെ വെച്ചു എന്നുള്ളൂ. ഇതിന്റെ ആദ്യകാല ഫോമുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഷേപ്പിലായിരിക്കും, സിഗ്സാഗ് ഷേപ്പിലായിരിക്കും എന്തുണ്ടാവുക? ഈ പറഞ്ഞ അക്കോർഡിയൻ ബുക്സ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഫൈൻ, റെഡ്. അത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുകയാണ് എന്താണ് ചൈനയിലുള്ള ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറയണം. ചൈന, ജപ്പാൻ, കൊറിയ, ഈ 3 രാജ്യങ്ങളിലുമാണ് ആദ്യമായിട്ട് ഹാൻഡ് പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ചൈനയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ചൈനയിലെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ 16th സെഞ്ചുറിയിൽ ചൈന പ്രൊഡ്യൂസ്ഡ് ഒരു ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞു നോക്കുന്നത്. വളരെ വലിയ തോതിൽ അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലാർജ് സ്കെയിൽ പ്രിന്റിംഗ് കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ഇനീഷ്യലി ഇൻക്ലൂഡഡ് ഓൺലി ടെക്സ്റ്റ് ബുക്ക്. ആദ്യ കാലങ്ങളിൽ ചൈനയിൽ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന എന്താ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകളാണ്. എന്താ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്? ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രിന്റ് ചെയ്യുന്നത് ഫോർ എക്സാമിനേഷൻസ് ലൈക്ക് സിവിൽ സർവീസസ്. ചൈനയിലെ എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കാനായിരുന്നു അവർ ആദ്യ കാലങ്ങളിൽ എക്സ്റ്റെൻസീവ്ലി പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി, ഹാൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഗ്രാജുവലി അതർ പ്രിന്റിംഗ് മാറ്റേഴ്സ് ബിക്കം അവൈലബിൾ. പിന്നീട് എന്ത് സംഭവിച്ചു? എക്സാമിന് മാത്രമുള്ള ബുക്കുകളല്ല, ചില കവിതകൾ, നോവലുകൾ, പാട്ടുകളൊക്കെ എന്താണ് ഒരു ബുക്കുകളായിട്ട് മാറി. സർട്ടൻ മാറ്റേഴ്സിൽ അവരെന്ത് ചെയ്തു? പ്രിന്റിംഗ് ആരംഭിക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ ലൈക്ക് സ്റ്റോറീസ്, ഫിക്ഷൻ, നോവൽസ്, പോയട്രീസ് ആൻഡ് ഓട്ടോബയോഗ്രഫീസ് എക്സെട്ര പോലുള്ള സാധനങ്ങളൊക്കെ പിന്നീട് ചൈനയിൽ എന്ത് സംഭവിച്ചു? ഉണ്ടായി വരാൻ തുടങ്ങി. ആദ്യ കാലങ്ങളിൽ അത് എക്സാമിനേഷൻസിന് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ലേറ്റർ ഓൺ അത് എന്തിലേക്ക് നയിച്ചിട്ടുണ്ട്? പോയട്രീസിനും ഓട്ടോബയോഗ്രഫീസിനും ഫിക്ഷനും സ്റ്റോറീസ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ചൈന മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. SS for me also tomorrow ഓണം എക്സെപ്റ്റ്. ഓ ആണോ? ആരത്? അഗ്രജ്. ഓക്കെ, റെഡി. അപ്പൊ ആൻഡ് ട്രേഡ് ഇൻഫോ വാസ് പബ്ലിഷ്ഡ് യൂസ്ഡ് ബൈ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ ട്രേഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ട്രേഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക, എന്തിനായിരിക്കും അവർ ഈ പറഞ്ഞ ട്രേഡ് ഇൻഫോയും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്. അതായത് ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കച്ചവടത്തിനെ പറ്റി നമ്മളൊരു കച്ചവടം നടത്തി 10 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു, നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് നമ്മൾ എഴുതി വെക്കാണ് 10 രൂപ കൊടുത്ത് ഇന്ന സാധനം വാങ്ങിച്ചു, ഇന്ന സാധനം വാങ്ങിച്ചപ്പോൾ ഇത്രയാണ് എനിക്ക് ചിലവ് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചു. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ചിലവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് ഈ വർഷം ചിലവായ പൈസ എത്രയാണ്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണ് ഈ മാസത്തിൽ എത്ര ചിലവായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് കീപ്പിംഗ് നടത്താം. അപ്പോൾ ഈ പറഞ്ഞ ട്രേഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക? ട്രേഡ് ഇൻഫോ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക.
ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ഓക്കെ, അപ്പോൾ റൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിമാൻഡ് ഇൻക്രീസസ് ഫോർ മോർ പ്രിന്റഡ് മെറ്റീരിയൽസ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളുകൾ വായിക്കാൻ തുടങ്ങി, സ്റ്റോറീസ് വായിക്കാൻ തുടങ്ങി, ഫോക്സ് ഈ പറഞ്ഞിട്ടുള്ള പോയട്രീസ് വായിക്കാൻ തുടങ്ങി, നോവൽസ് വായിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വായിച്ചപ്പോൾ ആളുകൾക്കിടയിൽ എന്ത് സംഭവിച്ചു? ഓക്കെ, ഇനിയും വേണം, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഞങ്ങൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഡിമാൻഡ് ഇൻക്രീസ് ആവാൻ തുടങ്ങി. എന്തിന്? പ്രിന്റിംഗ് മെറ്റീരിയൽസിന്. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നീഡ് ടു പബ്ലിഷ് ക്വിക്കർ വെസ്റ്റേൺ ടെക്നിക്സ് ടു മോർ പ്രൊഡ്യൂസ്. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹാൻഡ് പ്രിന്റ് കൊണ്ട് മാത്രം എല്ലാവരുടെയും ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതിന് വേണ്ടിയിട്ട് വെസ്റ്റേൺ ടെക്നിക്സ് ഇവർ ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, അതായത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹാൻഡ് പ്രിന്റിംഗ് ആയിരുന്നു ചൈനയിൽ. അപ്പോൾ അത് പോരാ, അത് എല്ലാവരുടെയും ആഗ്രഹം അല്ലെങ്കിൽ എല്ലാവരുടെയും ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വെസ്റ്റേൺ അഥവാ ഈ പറഞ്ഞ യൂറോപ്പിലായിക്കോട്ടെ, യൂറോപ്പിൽ പല കൺട്രീസ് ഉണ്ട്, അവിടെ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് വെസ്റ്റേൺ ടെക്നിക്സ് അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ ആളുകളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഒരു പുതിയൊരു റീഡിംഗ് ക്ലാസ് ചൈനയിൽ ഉണ്ടായി വരിക. അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആവാൻ തുടങ്ങി, ഒരുപാട് കഥകൾ ഈ പറഞ്ഞ ഓരോ ജോൺറയെ വെച്ചിട്ട് ആളുകൾക്ക് കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഈ പറഞ്ഞ കവിത, കഥ, നോവൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ജോൺറയിൽ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആവാൻ തുടങ്ങി. അതൊരു പുതിയൊരു റീഡിംഗ് ക്ലാസ്സിലേക്ക് നയിച്ചു. ഓക്കെ, റെഡി സാർ? ജോൺറ എന്ന് പറഞ്ഞ് ഇതാട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് ജെൻഡർ എന്ന് വായിക്കുന്നുണ്ടാവും. ആക്ച്വലി ഇത് ജെൻഡർ എന്നല്ല വായിക്കുക, ഇറ്റ് ഇസ് ജോൺറ എന്നാണ് വായിക്കുക കേട്ടോ, ജോൺറ. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഓരോ കാറ്റഗറി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പുതിയ റീഡിംഗ് ക്ലാസ്സിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പോൾ ഷാങ്ഹായ് ബിക്കേം ദ ഹബ് ഓഫ് ദി ന്യൂ പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഷാങ്ഹായ് എന്ന് പറഞ്ഞത് ചൈനയിലെ ഒരു പ്ലേസ് ആണ്. ആ ഷാങ്ഹായ് എന്തായി മാറി? ഒരു ഹബ്ബായിട്ട് മാറി. എന്തിൻ്റെ? ഒരു പ്രിന്റിംഗ് കൾച്ചറിന്റെ ഹബ്ബായിട്ട് മാറി. ഹബ്ബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേന്ദ്രം, സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഹബ്ബ് എന്ന് പറയുക. അപ്പോൾ ഹബ്ബ് ഓഫ് ദി ന്യൂ പ്രിന്റ് കൾച്ചർ എവിടെയായിരുന്നു? ചൈനയിൽ ഷാൻഹായിലായിരുന്നു. വൺ വേർഡ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാണ് വൺ വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫൈൻ, റെഡി, സെറ്റാണ്. സാർ സെപ്റ്റംബർ 15 ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓൾ ദി വെരി ബെസ്റ്റ് മക്കൾ, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയാക്കുക. ഒരുപാട് ലൈവുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓൾറെഡി സാറ് പോയത് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ. ഓക്കെ, എനിവേ നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു കാര്യം, എങ്ങനെയാണ് ജപ്പാനിൽ പ്രിന്റിംഗ് ഉണ്ടായിരുന്നത്. ഓക്കെ, ജപ്പാനിൽ എങ്ങനെയാണ് പ്രിന്റിംഗ് ഉണ്ടായത്? നമ്മൾ ചൈന കണ്ടു, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജപ്പാനാണ്. കൊറിയ നോക്കുമോ സാർ? ഇല്ല, കൊറിയ നമ്മൾ നോക്കുന്നില്ല, കാരണം കൊറിയനെ പറ്റിയിട്ട് അധികം നമ്മൾ പറയുന്നില്ല. ഓക്കെ, ജപ്പാനിൽ പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം, പ്രിന്റിംഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറൗണ്ട് AD 768 to 770. ഇതിന്റെ ഇടയിലാണ് ജപ്പാനിൽ എന്ത് സംഭവിക്കുന്നത്? പ്രിന്റിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ ബൈ ബുദ്ധിസ്റ്റ് മിഷണറീസ്. ആരായി പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് മെഷീനറി അല്ലെങ്കിൽ പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ പറഞ്ഞ ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബുദ്ധിസ്റ്റ് മോങ്സ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് മിഷണറിയാണ് ചൈനയിൽ നിന്ന് ഈ പറഞ്ഞ ജപ്പാനിലേക്ക് ഈ പറഞ്ഞ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് എത്തിക്കുന്നത്. കാരണം ഇവർ ബുദ്ധമതം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ജപ്പാനിലേക്ക് എത്തി. ജപ്പാനിൽ എന്ത് സംഭവിച്ചു? അവർ ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് എന്ന് പറഞ്ഞൊരു കൾച്ചറിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നോക്കിയ ഡയമണ്ട് സൂത്ര, ദ ഓൾഡസ്റ്റ് ബുക്ക്. ഇത് വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഡയമണ്ട് സൂത്ര അഥവാ ഓൾഡസ്റ്റ് ബുക്ക് ഇൻ ജപ്പാൻ പ്രിന്റഡ് ഇൻ AD 868 അഥവാ AD 868 ഡയമണ്ട് സൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബുക്ക് എവിടെ? ജപ്പാനിൽ പ്രിന്റ് ചെയ്തു. എവിടെയാണ്? ജപ്പാനിൽ പ്രിന്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹാൻഡ് പ്രിന്റ്സ് വേറെ കോമൺ സൈറ്റ് ഇൻ ദി ജാപ്പനീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ജാപ്പനീസ് മാർക്കറ്റിൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്? ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള കോമൺ സൈറ്റ് ആണ്. ജപ്പാനിൽ ഒരു കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന, അവരുടെ മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് എന്ത് മാറി? ഹാൻഡ് പ്രിന്റുകൾ മാറി എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ഫൈൻ. അതുപോലെ സ്റ്റോറീസ്, പോയട്രീസ്, പെയിന്റിങ്സ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ജപ്പാനിലെ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ബട്ട് ദേ വെർ ഓൾസോ ബുക്സ് ഓൺ വിമൻ, മാനേഴ്സ്, എറ്റിക്വേറ്റ്, കുക്കിംഗ് ആൻഡ് മെനി മോർ എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ബുക്സ് ഓൺ വിമൻ, സ്ത്രീകളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. മാനേഴ്സ്, ഈ പറഞ്ഞ എന്തൊക്കെയാണ് പെരുമാറേണ്ട വിധങ്ങൾ, എങ്ങനെയാണ് ആളുകൾ സംസാരിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും, മര്യാദകളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ എറ്റിക്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പറഞ്ഞ ഡിന്നർ എറ്റിക്വേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടേബിൾ എറ്റിക്വേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓഫീസ് എറ്റിക്വേറ്റ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് പെരുമാറേണ്ടത് എന്നുള്ള പറയുന്നത് ഒരു മര്യാദകളൊക്കെയാണ് നമ്മൾ എറ്റിക്വേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ അറിയേണ്ടത് കുക്കിംഗ് ആണ്.
ഓക്കെ, ഭക്ഷണത്തിനെ പറ്റി, എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം, ആരാണ്, എങ്ങനെയാണ് ഈ പറഞ്ഞുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി കുക്കിംഗ് അവിടെ ബുക്കുകളായിട്ട് അവൈലബിൾ ആയിരുന്നു, കുക്കിംഗ് റെസിപ്പീസ് അവൈലബിൾ ആയിരുന്നു, ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ആ ഭാഗത്ത് അവൈലബിൾ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക ജപ്പാൻ മാർക്കറ്റിൽ. ഫൈൻ. അപ്പോൾ പെയിന്റിംഗ് ബിക്കെയിംസ് ഫേമസ് ഇല്ലസ്ട്രേറ്റഡ് ആൻഡ് എലഗന്റ് അർബൻ കൾച്ചർ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞിട്ടുള്ള ഒരു നഗരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ഐഡിയ, എങ്ങനെയാണ് അവിടെയുള്ള നഗരത്തിലെ ആളുകൾ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു, അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെയായിരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അന്നത്തെ ആ ബുക്കുകളും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ സാധനം. പെയിന്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം അന്നുള്ള ആളുകൾ വരച്ചിരുന്നത്, അവർ പോർട്രേ ചെയ്തിരുന്നത്, അവർ പെയിന്റ് ചെയ്തിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അർബൻ കൾച്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പിക്ചർ വരയ്ക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് കൂടും. ഇപ്പോൾ വരയ്ക്കാൻ പോണ ആൾക്ക് ക്യാഷ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ അയാൾ അതിൻ്റെ അകത്തായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആ പിക്ചറിൽ കാണിക്കും. ഇൻ കേസ് വരയ്ക്കാൻ പോകുന്ന ഒരു പാവപ്പെട്ട ഒരു പുവർ ആയിട്ടുള്ള ഒരാളുടെ അടുത്താണെങ്കിൽ സ്വാഭാവികമായിട്ട് പൈസ കുറവായിരിക്കും, വരയ്ക്കുന്ന ആൾ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ചിത്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് പെയിന്റിങ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം അർബൻ കൾച്ചർ ആ ഭാഗത്ത്, അല്ലെങ്കിൽ ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ ജാപ്പനീസ് കൾച്ചർ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തും കൂടെ സഹായകമാണ്, പെയിന്റിങ്ങും കൂടെ സഹായകമാണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി യൂറോപ്പിന്റെ കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ചൈന കഴിഞ്ഞു, ജപ്പാൻ കഴിഞ്ഞു, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് യൂറോപ്പാണ്. കൊറിയനെ പറ്റി നോക്കൂലേ എന്ന് സാർ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് ചൈനീസ് പേപ്പർ ടു യൂറോപ്പ്. അതുവരെ ഹാൻഡ് പ്രിന്റിന് ഏറ്റവും ഉത്തമം, ഏറ്റവും ബെനിഫിഷ്യൽ ആയിരുന്ന, ഏറ്റവും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചൈനീസ് പേപ്പർ ആയിരുന്നു. പക്ഷേ അത് എവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു? യൂറോപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ദേ മെയ്ഡ് manuscripts എന്ന് പറഞ്ഞു. എന്താ സാർ manuscripts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? manuscripts എന്ന് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വലിയൊരു കാര്യത്തിന് ചെറിയൊരു ഭാഗം പോർഷനായിട്ട്, നമ്മൾ മൈൻഡ് മാപ്പ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ പോർഷൻസ് ഒക്കെ ആയിട്ട് എഴുതുന്നതിനാണ് manuscripts എന്ന് പറയാം. ഓക്കെ, അതിനൊരു ഇനീഷ്യൽ ഫോം എന്ന് പറയും. ഒരു സാധനത്തിന് ഇനീഷ്യൽ ഫോം, നമ്മൾ വീട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കില്ലേ, അതെന്താണ്? ആ വീടിന്റെ ഇനീഷ്യൽ ഫോമാണ് ആ പ്ലാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു സാധനത്തെ പറ്റിയിട്ടുള്ള കുറെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളും എവിടെ ഉണ്ടായിരുന്നു? They made manuscripts with the help of skilled handwriters and അതേപോലെ തന്നെ സ്ക്രൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. എവിടെ എന്ന് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അവിടെ നമുക്ക് സ്ക്രൈബ്സിനെ കാണാൻ പറ്റും. എന്താ സാർ സ്ക്രൈബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ ഹരിസാറിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരുന്നിട്ട് എഴുതണം എന്ന് വിചാരിക്കാം. ഹരിസാറിന് എഴുതാനുള്ള കഴിവില്ല എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ്, എനിക്ക് പറയാനുള്ള കഴിവുണ്ട്. അതൊരാൾ എഴുതുകയാണെങ്കിൽ ദാറ്റ്സ് കോൾഡ് സ്ക്രൈബ്സ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് പീപ്പിൾ ടു അച്ചീവ് ദെയർ ഡ്രീംസ്. എന്ത് കാര്യത്തിലാണ്? പെയിൻറ്റിങ്ങിൻ്റെ കേസിലായിക്കോട്ടെ, എഴുത്തിൻ്റെ കേസിലായിക്കോട്ടെ, ഇതിനെയൊക്കെയാണ് നമ്മൾ സ്ക്രൈബുകൾ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു പറഞ്ഞു നോക്കുന്നുണ്ട്. ഇനീഷ്യലി ദീസ് സ്കിൽഡ് വർക്കേഴ്സ് വേ അവൈലബിൾ ഓൺലി ടു അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വന്നാൽ മതി. ദേ ആർ റിച്ച് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വന്നാൽ മതി. എന്താണ്? ദേ ആർ റിച്ച് പീപ്പിൾ ആണ് അരിസ്റ്റോക്രാറ്റ്സ്. ഇവർ ഒരുപാട് ഭൂമി കൈവശം വെച്ചിട്ടുള്ള ആളുകളായിരുന്നു. ഒരു ചെറിയ വിഭാഗം ആളുകളായിരുന്നു അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക അരിസ്റ്റോക്രാറ്റ്സ് ഒക്കെ ആയിരുന്നു. കാരണം അവരുടെ പൈസയുണ്ട്. അപ്പോൾ ഈ റൈറ്റേഴ്സും സ്ക്രൈബ്സും ആർക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക? സ്വാഭാവികമായിട്ട് അവർ അരിസ്റ്റോക്രാറ്റ്സിന് വേണ്ടിയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻട്രൊഡക്ഷൻ ടു പേപ്പർ ക്രിയേറ്റഡ് മെനി manuscripts ആൻഡ് എക്സ്പോർട്ടഡ് ദം ടു ഡിഫറെൻറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ പേപ്പർ വന്നപ്പോൾ അന്ന് വരെ ഈ പറഞ്ഞ ചൈനീസ് പേപ്പർ യൂറോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നവരെ അരിസ്റ്റോക്രസി അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് ആയിരുന്നു ഈ പറഞ്ഞ റൈറ്റേഴ്സിന് സ്ക്രൈബ്സിനൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് പൈസയും കാര്യങ്ങളും കൊടുത്തിട്ട് അവരെന്ത് ചെയ്തത്? അവരുടെ മാത്രമായിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളും എഴുതിപ്പിച്ചത്. പക്ഷേ ഇൻട്രൊഡക്ഷൻ ഓഫ് ചൈനീസ് പേപ്പർ ലെഡ് ടു ആൻഡ് മിറാക്കുലസ് ചേഞ്ച് ഇൻ യൂറോപ്പ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. സ്വാഭാവികമായിട്ട് സ്ക്രൈബ്സ് ഫൗണ്ട് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ആരാ? ഈ പറഞ്ഞിട്ടുള്ള തൊഴിലാളികൾ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് എന്ത് സംഭവിച്ചു? അവർക്ക് തൊഴിൽ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങി. നോട്ട് ഓൺലി വിത്ത് വെൽത്തി പീപ്പിൾ ബട്ട് ഓൾസോ ബൈ ദി ബുക്ക് സെല്ലേഴ്സ്. അപ്പോൾ പുതിയൊരു ക്ലാസ് ഉണ്ടായി വരികയാണ്. ദേ ആർ കോൾഡ് ബുക്ക് സെല്ലേഴ്സ്. അതായത് ഒരു ബുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾക്കറിയാം കടക്കാർ, ഷോപ്പ് ഓണേഴ്സ് അല്ലേ? അവരെന്താണ്? ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ഉടമസ്ഥനാണെന്ന് വിചാരിക്കാം. അയാൾ ബുക്ക് വിൽക്കാൻ ശ്രമിച്ചു, ബുക്ക് വാങ്ങിച്ചു, നമ്മൾ സ്വാഭാവികമായിട്ട് ബുക്ക് സെല്ലേറിന് പൈസ കിട്ടി. അന്ന് ഒരു വിഭാഗം ആളുകൾ ബുക്ക് സെല്ലേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പേപ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ കാരണം ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ദെൻ ഈ പറഞ്ഞ ബുക്ക് സെല്ലേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി. അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ക്രൈബ്സ് ഉണ്ടാവാൻ തുടങ്ങി, റൈറ്റേഴ്സ് ഉണ്ടാവാൻ തുടങ്ങി. അവർക്കൊക്കെ പുതിയൊരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ത് ഭാഗത്ത് കണ്ടത്? ഈ ഒരു ഭാഗത്തായിട്ട് കാണേണ്ടത്. ഇനി ഈ പറഞ്ഞ manuscripts ആണ് ഇവർ എഴുതുക എന്നുള്ള കാര്യം കണ്ടു. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഈ manuscriptsന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് manuscripts എന്നുള്ളത് നിങ്ങളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നോ രണ്ടോ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ manuscripts കോപ്പി ചെയ്യാൻ വളരെ എക്സ്പെൻസീവാണ്. കാരണം ഇതിങ്ങനെ എഴുതി ഉണ്ടാക്കണം. ഈ പറഞ്ഞ പോറസ് പേപ്പർ എന്ന് പറഞ്ഞ സാധനം ഇല്ലാണ്ടായി പോകരുത്, കത്തി ഈ പറഞ്ഞിട്ടുള്ള നശിച്ചു പോകരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സാധനം എക്സ്പെൻസീവാണ്. റൈറ്റേഴ്സിനും സ്ക്രൈബ്സിനും പൈസ കൊടുക്കുമ്പോൾ അത് എക്സ്പെൻസീവായിട്ട് മാറും. ഫൈൻ, റെഡി. രണ്ടാമത്തത് ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താ പറഞ്ഞു നോക്കേണ്ടത്? ഒരുപാട് നേരം എടുക്കണം. ഇപ്പോൾ 10 വരി എഴുതാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പേപ്പറിൽ അവർ 10 മണിക്കൂർ സമയം ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ് ഈ പറഞ്ഞ manuscriptsന്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരു ഹെർക്കൂലിയൻ ടാസ്ക് ആണെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ഹെർക്കൂലിയൻ ടാസ്ക്? ഈ പറഞ്ഞിട്ടുള്ള ഹെർക്കുലീസിന്റെ ഒരു കഥ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു ടാസ്ക് ആണ്, ഒരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന സംഭവത്തിനാണ് നമ്മൾ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ മക്കളെ, ദെൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഡോക്യുമെന്റ്സ് ഡിഫിക്കൽട്ട് ടു ക്യാരി അറൗണ്ട് ഈസിലി എന്ന് പറഞ്ഞു. ഈ manuscripts ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേപ്പറിൽ ഇങ്ങനെ എഴുതി കൂട്ടിന്നിരിക്കാം. ഇതെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരുപാട് പേപ്പർ പണ്ടൊക്കെ ഈ പറഞ്ഞിട്ടുള്ള സർക്കാർ ഓഫീസുകളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓഫീസുകളിലേക്ക് നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങളിൽ എഴുതുന്ന ആളുകളെ കാണാൻ പറ്റും. ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല, കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് ശേഷം 1947 എഴുതിയുള്ളൊരു റെക്കോർഡ് തപ്പി പിടിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ തപ്പണം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള പൊടീൻ്റെ ഇടയിലൊക്കെ തപ്പണം. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? കമ്പ്യൂട്ടറിൻ്റെ വരവോട് കൂടിയിട്ട് നമുക്ക് എല്ലാം എന്താണ് ഒരു ക്ലിക്കിൽ ഒരു ഫോൾഡറിനുള്ളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ടു ക്യാരി ആണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യാനോ പറ്റാത്തൊരു സാധനത്തെയാണ് നമ്മൾ വിളിക്കുക manuscripts എന്ന് വിളിക്കുക. അതും അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലാണ്, അല്ലെങ്കിൽ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. അപ്പോൾ ഈ 3 കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ manuscriptsന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതിലുള്ളൂ ഈ പറഞ്ഞ വിത്ത് ദ ഗ്രോയിങ് ഡിമാൻഡ് ഫോർ ബുക്സ് manuscripts were insufficient to fulfill the request എന്ന് പറഞ്ഞു നോക്കി. ഈ manuscripts കൊണ്ട് മാത്രം ആളുകളുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യൂറോപ്പിന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1295 ആര് വരുന്നത്? മാർക്കോ പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി യൂറോപ്പിലേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? വുഡ് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് വുഡ് ബ്ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? യൂറോപ്പിലെ ഏത് പെർട്ടിക്കുലർ സിറ്റിയിലാണ് അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ രാജ്യത്താണ്? ഇറ്റലിയിലാണ്. ഓക്കെ, ഈ ഭാഗത്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പറഞ്ഞ ഇറ്റലി എന്തുകൊണ്ട് കുറെ കാലം കഴിഞ്ഞിട്ട്, ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള റെനസൻസ് അതുപോലെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ കുറെ കോൺസെപ്റ്റും കാര്യങ്ങളുണ്ട്. ഇറ്റലി എന്തുകൊണ്ട് സെൻട്രായി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മാർക്കോ പോളോയെ പോലുള്ള ഒരുപാട് ആളുകൾ വുഡ് ബ്ലോക്ക് പോലുള്ള സാധനങ്ങൾ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റലിയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ഓക്കെ, ഇറ്റ് സ്പ്രെഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ വുഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിന്റിംഗ് മെക്കാനിസം എന്ത് ചെയ്തു? മാർക്കോ പോളോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് സൂൺ വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ബിക്കേം വൈഡ്ലി യൂസ്ഡ് ടു പ്രിന്റ് ബുക്സ്, ടെക്സ്റ്റൈൽസ് ആൻഡ് പിക്ചേഴ്സ് ആൻഡ് മച്ച് മോർ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്തൊക്കെ കാര്യത്തിൽ ഈ പറഞ്ഞ വുഡ് ബ്ലോക്ക് പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഈ പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ കാര്യത്തിൽ, ടെക്സ്റ്റൈൽസിന്റെ കാര്യത്തിൽ, പിക്ചേഴ്സിൽ, എല്ലാ കാര്യത്തിലും നമുക്ക് ഈ പറഞ്ഞ പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫാത്തിമ പറയാണ് ഫെഡറലിസം എടുക്കുക. ഫെഡറലിസം സാറ് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, എടുക്കുക കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ എടുക്കാം. ഓക്കെ, റെഡി, സെറ്റാണ്. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ലൈവും കാര്യങ്ങളൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് സാർ പെട്ടെന്ന് തന്നെ ഫെഡറലിസം എടുക്കുക കേട്ടോ. സെറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗുട്ടൻബർഗ് ആൻഡ് ദി പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ആരാണ് ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. ദാറ്റ് ഈസ് ഗുട്ടൻബർഗ്. ആർക്കെങ്കിലും ഗുട്ടൻബർഗിന്റെ ഫുൾ ഫോം അറിയാമോ? അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എത്ര പേർക്ക് ഗുട്ടൻബർഗിന്റെ ഫുൾ ഫോം അറിയാം അല്ലെങ്കിൽ ആ ഫുൾ നെയിം അറിയാം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സാം തുടങ്ങും. ആശിഷ ആണോടാ? ഓക്കെ, സെറ്റ്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ഗുട്ടൻബർഗിന്റെ ഫുൾ നെയിം ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചോളൂ. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. ജോഹന്നാസ് ഗുട്ടൻബർഗ് എന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഗുട്ടൻബർഗിന്റെ ഫുൾ നെയിം. ഇദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരണം. ഫൈൻ, റെഡി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹി ഹാഡ് സീൻ ഒലീവ് ആൻഡ് വൈൻ പ്രസ്സസ് വൈൽ ഹി ഗ്രോയിങ് അപ്പ് എന്ന് പറഞ്ഞു നോക്കട്ടെ. അദ്ദേഹം ജനിച്ച് വളർന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അദ്ദേഹം കണ്ടുവരുന്നത് എന്താണ്? അദ്ദേഹത്തിന് ചുറ്റുവട്ടത്തും ഈ പറഞ്ഞ ഒലീവ് ഗ്രീൻ ഉണ്ട്. അതേപോലെ തന്നെ പ്രിന്റിംഗ് പ്രസ്സസും, പ്രിന്റിംഗ് അല്ല ഈ പറഞ്ഞ ഒലീവ് വെച്ചിട്ടുള്ള പ്രസ്സസും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അത് മുതലായിക്കൊണ്ട് ഹി ബിക്കേം എ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു നോക്കട്ടെ. എന്താ ബിക്കം ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് സ്മിത്ത് കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനായിട്ട് മാറി എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കണം. സ്വാഭാവികമായിട്ട് ഗോട്ട് ദ എക്സ്പെർട്ടൈസ് ഇൻ ക്രിയേറ്റിംഗ് ലെഡ് മോൾഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു?
ഈ പറഞ്ഞിട്ടുള്ള ലെഡ് മോൾഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ലെഡിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അച്ച് പോലെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് നമ്മൾ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കൂലേ കിടിങ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ ലെഡ് മോൾഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെർട്ടൈസ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ചുറ്റുവട്ടത്ത് നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. അപ്ലൈഡ് ദിസ് നോളജ് ടു ക്രിയേറ്റ് ദ പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ലെഡ് മോൾഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ ഉണ്ടാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ദ പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കാനുള്ള ഐഡിയ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഒലിവ് പ്രസ് വാസ് ദി ബേസ് മോഡൽ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒലിവ് പ്രസ് ആയിരുന്നു ബേസ് മോഡൽ എന്ന് പറഞ്ഞ സാധനം. ആൻഡ് ലെഡ് മോൾഡ്സ് വേ യൂസ് ടു കാസ്റ്റ് ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ലെഡ് മോൾഡ് ഉണ്ടാക്കേണ്ട സാധനം എന്താണ്? ഈ പറഞ്ഞ ആൽഫബറ്റ്സ് ഉണ്ടാക്കുന്നതിന് ഒരു സാധനത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക കേട്ടോ. ദെൻ നിങ്ങൾ അറിഞ്ഞിരിക്കും ഇൻ 1448 അഥവാ 1448 ഹി പ്രിന്റഡ് ദ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്ത ഒരു ബുക്കിന്റെ പേരാണ് ദ ബൈബിൾ എന്ന് പറയുന്നത്. എന്താണ് ദ ബൈബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതായത് നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹോളി ബുക്കാണ് എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഈ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹം അച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ദ ബൈബിൾ. ഓക്കെ, റെഡി? നോക്കിയേ, പബ്ലിഷ്ഡ് 180 കോപ്പീസ് ഇൻ 3 years. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏകദേശം 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഏകദേശം 180 കോപ്പീസ് മാത്രമേ അച്ചടിച്ചിറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക, എന്താണ് ഈ പറഞ്ഞിട്ടുള്ള 3 വർഷം കൊണ്ട് 180 ഉള്ളൂ? അല്ല, ബേസ് മോഡൽ വെച്ചിട്ട് ഈ പ്രിന്റിംഗ് പ്രസിന്റെ ബേസ് മോഡൽ വെച്ചിട്ട് അദ്ദേഹം ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തപ്പോൾ 3 വർഷം കൊണ്ട് 180 എണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ വേണം നമുക്കതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി നോക്കേണ്ടത് ലേറ്റർ ദ മോർ ഡെവലപ്ഡ് പ്രിന്റിംഗ് പ്രസ് കെയിം മെനി ബുക്സ് വെയർ പബ്ലിഷ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ദെൻ ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് പ്രസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബുക്സ് എന്ത് ചെയ്തു? ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരിക. ഹാൻഡ് പ്രിന്റിംഗ് ടു ഓട്ടോമേറ്റഡ് പ്രിന്റിംഗ്. ഈ പറഞ്ഞ ഹാൻഡ് പ്രിന്റ് വുഡ് ബ്ലോക്ക് വെച്ചിട്ടുള്ള ഹാൻഡ് പ്രിന്റ് അല്ലാതെ ഈ പറഞ്ഞ ഓട്ടോമേറ്റഡ് അഥവാ ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ് അല്ലെങ്കിൽ പ്രിന്റിംഗ് മെഷീനിലൂടെ പുറത്തു വരുന്ന അതേ ഒരു കൺവേർഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഹാൻഡ് പ്രിന്റ് ടു ഓട്ടോമേറ്റഡ് പ്രിന്റിംഗ് മേഡ് പ്രിന്റിംഗ് റെവല്യൂഷൻ എന്ന് സംഭവിക്കുന്നുണ്ട്. ഒരു പ്രിന്റിംഗ് റെവല്യൂഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഹാൻഡ് പ്രിന്റ് തൊട്ട് നേരെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രിന്റിംഗ് മെഷീൻസ് വെച്ചിട്ടുള്ള ഒരു പ്രിന്റിംഗ് റെവല്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ദാറ്റ്സ് കോൾഡ് ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് റെവല്യൂഷൻ. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, യാന്ത്രികമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. യെസ്, ജോയ് ബൈ എവിടെയായിരുന്നു? ഓക്കെ, യെസ്, അക്ഷയ അക്കു, ഫൈൻ, കറക്റ്റ് ആട്ടോ. ദോ ഇറ്റ് ഡിഡ് നോട്ട് എൻറ്റയർലി സ്റ്റോപ്പ് ഹാൻഡ് പ്രിന്റിംഗ്. ഈ പറഞ്ഞിട്ടുള്ള ഓട്ടോമേറ്റഡ് പ്രിന്റിംഗ് മെഷീൻ വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞ ഹാൻഡ് പ്രിന്റിംഗ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറയുന്നത് അവർ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ദെൻ നമ്മൾ നോക്കാൻ പോണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രിന്റ് റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താണ് ഈ പറഞ്ഞ പ്രിന്റ് റെവല്യൂഷന്റെ ഇമ്പാക്ട് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? ഒന്ന് അറിഞ്ഞിരിക്കുക. അത് എ ന്യൂ റീഡിംഗ് പബ്ലിക് ഉണ്ടാവുകയാണ്, പുതിയൊരു വായനാ സമൂഹം ഉണ്ടായി വരികയാണ്. യെസ്, ജോയ് ബോയ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു റീഡിംഗ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പുതിയ റീഡിംഗ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഉണ്ടായി വരികയാണ്. എവിടെ? ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്പിൽ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. സോ ബട്ട് ബിഫോർ ദ പ്രിന്റിംഗ് പ്രസ് റീഡിംഗ് വാസ് റെസ്ട്രിക്റ്റഡ് ടു എ ലിമിറ്റഡ് പോപ്പുലേഷൻ അഥവാ അരിസ്റ്റോക്രാറ്റ്സ്. നമ്മൾ ഓൾറെഡി കണ്ടു. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ കൊടുത്തിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, അവിടെ നിന്ന് ആളുകൾക്ക് ഏറ്റവും ലഭ്യമായ സാധാരണ ആളുകൾക്ക് വരെ പൈസ കൊടുക്കാണ്ട് ഏറ്റവും തുച്ഛമായ പൈസയിൽ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രിന്റിംഗ് പ്രസ്സിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക, ബുക്സ് വേ എക്സ്പെൻസീവ് ആൻഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ബുക്ക് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്, ലിമിറ്റഡ് നമ്പർ ഓഫ് കോപ്പീസും ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ സാധാരണ ആളുകൾക്ക് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകങ്ങളും വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിൽ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ബിഫോർ പ്രിന്റ് കൾച്ചർ ദ ഓറൽ കൾച്ചർ ദാറ്റ് ഈസ് ബുക്സ് read loudly the performance of folk stories എന്ന് പറഞ്ഞു നോക്കേണ്ടി. ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും ഫോക്ക് സ്റ്റോറീസിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഓറൽ കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തിൻ്റെ ഭാഗമായിട്ട്? സംസാരത്തിലൂടെ. നമുക്കറിയാം നമ്മുടെ കഥകൾ, മുത്തശ്ശി പറഞ്ഞ കഥകളുണ്ടാവും, മുത്തശ്ശി നമ്മുടെ അമ്മമാർക്ക് പറഞ്ഞ കഥകളുണ്ടാവും, അമ്മമാർ നമുക്കത് പറഞ്ഞു തരും, നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കും. ഇതൊക്കെ എന്താണ്? ഓറൽ സ്റ്റോറീസ് ആണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള ഓറൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായ്മൊഴി എന്നൊക്കെ പറയും നമ്മൾ മലയാളത്തിൽ. ഓക്കെ, ഈ പറഞ്ഞ വാമൊഴിയിലൂടെയൊക്കെ ഈ പറഞ്ഞ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് നമ്മൾ ഓറൽ കൾച്ചർ എന്ന് പറയും. അവിടെ നിന്ന് മാറിയിട്ട് പെർഫോമൻസ് ഓഫ് ഫോക്ക് സ്റ്റോറീസ്, ഈ പറഞ്ഞിട്ടുള്ള ഈ
കഥകളൊക്കെ ഉണ്ട്, ഫോക്ക് സ്റ്റോറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടോടി കഥകൾ എന്ന് പറയാം. അപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഓരോ ജനറേഷനിലൂടെ ഇത് കടന്ന് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാം. ആഫ്റ്റർ ദ പ്രിന്റിംഗ് പ്രസ് ബുക്സ് വെർ ചീപ്ലി അവൈലബിൾ. കാരണം പ്രിന്റിംഗ് പ്രസ് വന്നോട് കൂടിയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ബുക്കുകളൊക്കെ അവർക്ക് വായിക്കാൻ പറ്റി, അത് വാങ്ങിക്കാൻ പറ്റി. ഓക്കെ, ഫൈസാൻ അഫ്സൽ പറയണം സിംഗ് എ സോങ് സാർ എന്ന് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞപാട് സാർ പാടാം കേട്ടോ, സെറ്റാക്കാം. ഓക്കെ റെഡി. ബട്ട് നോട്ട് മെനി കുഡ് റീഡ് ദം എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താണ് പറഞ്ഞു നോക്കുന്നത്? കുറേ ആളുകൾക്കൊന്നും അത് വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, തോക്ക് തരാം വെടിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ബുക്ക് തരാം, നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പം എങ്ങനെയാ വായിക്കാൻ പറ്റിയ? സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുക, ആളുകൾക്ക് അന്നത്തെ കാലത്തുള്ള യൂറോപ്പിലെ ആളുകൾക്ക് ലിറ്ററേറ്റ് ആയിരുന്നില്ല, അവരൊന്നും വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല, അവരൊക്കെ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. ലാർജ് സെക്ഷൻ ഓഫ് യൂറോപ്യൻ പീപ്പിൾ വേർ ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും. സോ ദ ബുക്സ് വേർ പബ്ലിഷ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് പിക്ചേഴ്സ് ഫോർ ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പിക്ചേഴ്സ് വെച്ചിട്ട്, നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള മാർവലിൻ്റെ കോമിക്സ്, DC-യുടെ കോമിക്സ് ഒക്കെ ഇവിടെ എന്താണ്, പിക്ചേഴ്സ് വെച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലേ. സ്വാഭാവികമായിട്ടും സാർ യു ഷുഡ് സിംഗ് എ സോങ് അറ്റ്ലീസ്റ്റ്. അഗ്രാജ് ഫൈൻ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ലേറ്റായി. യെസ് അക്ഷയാക്കു, കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ ഗ്രാജുവലി പീപ്പിൾ ബിക്കേം ലിറ്ററേറ്റ് ഡ്യൂ ടു ദ അവൈലബിലിറ്റി ഓഫ് ബുക്സ്. ഈ പറഞ്ഞിട്ടുള്ള കോമിക്സ് ഒക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ പിക്ചേഴ്സ് വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ അവർ വായിച്ച് കണ്ട് മനസ്സിലാക്കി പിന്നീട് പതുക്കെ അവരെന്ത് ചെയ്തു, ലിറ്ററസി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിച്ചേരുക ചെയ്തു. വായിച്ച് മനസ്സിലാക്കി പഠിച്ചാണ് അവരെന്ന് കാണുന്ന ഒരു ലിറ്ററേറ്റ് പീപ്പിളായിട്ട് മാറിയത്, അല്ലെങ്കിൽ സാക്ഷരരായി മാറിയത്. നിരക്ഷരരല്ല, ആദ്യം നിരക്ഷരരായിരുന്നു, ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, ദെൻ ദേ ബിക്കം ലിറ്ററേറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അതിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റിലീജിയസ് ഡിബേറ്റ്സ് ആൻഡ് ദ ഫിയർ ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? റിലീജിയസ് ഡിബേറ്റ്സ് ആൻഡ് ഫിയർ ഓഫ് പ്രിന്റ്, അഥവാ ഈ പറഞ്ഞ മതപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രിന്റിംഗ് മെഷീൻസുമായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിന്റിനെ പേടിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ഇൻ ഓറൽ കൾച്ചർ റിലീജിയസ് തോട്ട്സ് വേ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം സാറിനോടൊക്കെ സാറിന് അമ്മ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഒരു കാരണവശാലും കൂവാൻ പാടില്ല, പാമ്പ് വരും എന്ന് പറയും. ഓക്കെ, അതെന്തോ മതത്തിൻ്റെ എന്തോ സാധനമാണ്, സാറിന് അറിയില്ല. അപ്പോൾ പിന്നീട് സാറ് പറഞ്ഞു, പിന്നീട് സാറിനോട് അമ്മ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ്, രാവിലെ ചൂല് കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് രസില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശകുനം ശരിയാവില്ല, അങ്ങനെ കുറേ പറഞ്ഞില്ലേ. അപ്പോൾ സാറ് കേട്ട് വളർന്ന അങ്ങനത്തെ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അന്നത്തെ കാലത്ത് ഈ പറഞ്ഞിട്ടുള്ള ഇൻ ഓറൽ കൾച്ചർ റിലീജിയസ് തോട്ട്സ് വെർ പാസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ ജനറേഷൻ. അതായത് ഒരു ജനറേഷൻ കേട്ട് പരിചയിച്ച കാര്യങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് അവരെന്ത് ചെയ്തു, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണെന്ന് പറയാം ഓറൽ ആയിട്ടുള്ള തോട്ട്സ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ തോട്ട്സിൻ്റെ ഡൈവേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസ് ഡൗൺ ചെയ്ത് പോകുന്ന പരിപാടിക്കാണ്, ജനറേഷൻ ടു ജനറേഷൻ ആണ് പാസ് ഡൗൺ ചെയ്യുന്ന പരിപാടിക്കാണ് ഓറൽ കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബ്ലൈൻഡ്ലി ബിലീവ് ദ റിലീജിയസ് അതോറിറ്റീസ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് സംഭവിച്ചു? സാർ ഇല്ലിറ്ററേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇല്ലിറ്ററേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വായിക്കാനോ എഴുതാനോ അറിയാത്ത ഒരാളെയാണ് ഇല്ലിറ്ററേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ സാക്ഷരരല്ല. ഓക്കെ, എഴുതാനോ വായിക്കാനോ പറയാനോ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അവരെയാണ് ഇല്ലിറ്ററേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിരക്ഷരരെന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഈ പറഞ്ഞ കുറച്ച് ആളുകൾ റിലീജിയസ് അതോറിറ്റീസിന്, ഈ പറഞ്ഞിട്ടുള്ള മതപരമായിട്ടുള്ള മേലധികാരികൾ ഉണ്ടാവില്ലേ, അവരെ കൃത്യമായിട്ട് ബ്ലൈൻഡ്ലി അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരെന്ത് പറയുന്നു, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് പിന്നീട് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നോക്കിയാൽ പീപ്പിൾ വെർ ഇല്ലിറ്ററേറ്റ്, സോ ദേ കുഡിന്റ് റീഡ് സ്പിരിച്വൽ ഓർ റിലീജിയസ് ടെക്സ്റ്റ്. അവർക്ക് വായിക്കാൻ അറിയില്ല. ഓക്കെ, അവർക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ പറഞ്ഞ മതഗ്രന്ഥങ്ങളിൽ പറയുന്നതെന്ന് അവർക്ക് വായിക്കാനോ പറയാനോ ഒന്നും അറിയില്ല. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വായിച്ചു തരാം എന്ന് പറയുന്ന കുറച്ച് റിലീജിയസ് അതോറിറ്റീസ് ഉണ്ട്. അവർ പറയുന്നത് എന്താണോ അത് സത്യമാണ് എന്ന് വിശ്വസിച്ച് പോകുന്ന ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ബട്ട് ആഫ്റ്റർ ദ പ്രിന്റ് കൾച്ചർ പീപ്പിൾ ക്യാൻ റീഡ് ആൻഡ് ദേ ബിക്കം അവെയർ. അതിനുശേഷം പ്രിന്റിംഗ് മെഷീൻ വന്നപ്പോൾ ആളുകൾക്ക് വായിക്കാനുള്ള കഴിവ് വന്നു, ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റി എന്നതൊക്കെയാണ് ഇവർ നമ്മൾ പറഞ്ഞു വന്നത്. ഇതൊന്നും ആ മതഗ്രന്ഥങ്ങളിൽ ഇല്ല. ആ മതഗ്രന്ഥങ്ങളിൽ നല്ല കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ പറഞ്ഞതൊക്കെ ഇവന്മാരുടെ എന്തോ ആശയങ്ങളാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പ്രിന്റ് കൾച്ചറിനെ ആര് ഭയപ്പെടാൻ തുടങ്ങിയത്? ഒരു കൂട്ടം ആളുകൾ ഭയപ്പെടാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാം. സോ ദേ പബ്ലിഷ്ഡ് ആൻഡ് ഡിബേറ്റഡ് അബൌട്ട് ദ പെർസെപ്ഷൻ ഓഫ് റിലീജിയസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള ആശയങ്ങൾ, അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പേഴ്സ്പെക്റ്റീവ് എന്ത് ചെയ്തു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനൊക്കെ ആരംഭിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ആൻഡ് ദേ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദി ഓൾഡ് ഏജ് നോംസ് എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കാലത്തുണ്ടായിരുന്ന
പണ്ടെങ്ങാനോ എന്തോ പറഞ്ഞെന്ന് വെച്ചിട്ട് അത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ കാലം മാറി ചേഞ്ച് ആയി എന്നുള്ള കാര്യം നമ്മൾ അവരെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്, റിലീജിയസ് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്തു, അവർ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ദെൻ നോക്കിയാൽ ദിസ് ലെഡ് ടു ദ ഫിയർ ഓഫ് പ്രിന്റഡ് മാറ്റർ. ഇത് എന്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു? പ്രിന്റഡ് മാറ്ററിനെ പേടിക്കുന്നതിലേക്ക് കുറച്ച് ആളുകളെ നയിച്ചു. കാരണം ആളുകൾക്ക് വായനാശീലം വരികയാണ്, ആളുകൾ സാക്ഷരരാവാണ്, ലിറ്ററേറ്റ് ആവാണ്, ആളുകൾക്ക് മനസ്സിലാവാണ്, ബോധം വരികയാണ്. ഇതൊക്കെ കാരണം എന്താ? പ്രിന്റിംഗ് പ്രസ് വന്നുകൊണ്ട്. അപ്പോൾ ആരാണ് കുറച്ച് കൂട്ടം ആളുകൾ? സാർ ആരാന്ന് പറഞ്ഞു തരാം. ഫിയർ ഓഫ് പ്രിന്റഡ് പ്രസ്, ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റഡ് മാറ്റേഴ്സിനെയും പ്രിന്റഡ് പ്രസ്സിനെയൊക്കെ ആര് ഭയക്കാൻ തുടങ്ങി? ഈ കൂട്ടരെ ഭയക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. മെനി തോട്ട് ദാറ്റ് ദ സർക്കുലേഷൻ ഓഫ് ദീസ് മാറ്റേഴ്സ് വുഡ് ലോസ് ദ വാല്യൂ ടു റിബല്യസ് ആൻഡ് ഇറലിജിയസ് ഐഡിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി. ഈ പറഞ്ഞ മെനി തോട്ട്സ് ദാറ്റ് ദ സർക്കുലേഷൻ ഓഫ് ദിസ് മാറ്റേഴ്സ് വുഡ് ലോസ് ദ വാല്യൂ. ഇതെന്താണ് അവർ പേടിച്ചത്? ഈ പറഞ്ഞ പ്രിന്റിംഗ് മാറ്ററിനെ അവർ പേടിക്കാൻ കാരണം അവർ അന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇനി ഇല്ലാണ്ടാവൂലേ? കാരണം ആളുകൾക്ക് മനസ്സിലായില്ലേ അത് തെറ്റാണ്, അവരങ്ങനെയൊന്നും അവർ പറയുന്നത് നമ്മളെ ചൂഷണം ചെയ്യാനാണ്, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പണി തീർന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോസ് ദെയർ വാല്യൂ, അവരുടെ മൂല്യം ഇല്ലാണ്ടാവുന്ന അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. റിബല്യസ് ആൻഡ് റിലീജിയസ് ഐഡിയാസിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള ഇവർ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോർ ദീസ് റീസൺസ് മെനി വാണ്ടഡ് ടു റെസ്ട്രിക്ട് ദ പ്രിന്റ്. അങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിന്റിംഗ് മെഷീൻസ് അല്ലെങ്കിൽ പ്രിന്റിംഗ് മാറ്റേഴ്സിനെ തന്നെ കംപ്ലീറ്റ്ലി വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്ക് ആളുകളെ, ഈ പറഞ്ഞ കുറച്ചധികം ആളുകളെ എന്ത് ചെയ്തു, എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് അതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഇതാ പഠിച്ചോ. റൈറ്റ് എ നോട്ട് ഓൺ മാർട്ടിൻ ലൂതർ ആൻഡ് ഹിസ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ആരാണ് മാർട്ടിൻ ലൂതർ, ഇനി എന്താണ് മാർട്ടിൻ ലൂതർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ്സിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ആളാണ് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതർ ചെയ്തിത്രേ ഉള്ളൂ, ഇദ്ദേഹം ഒരു റിലീജിയസ് റിഫോർമർ, മതപരമായിട്ടുള്ള ഒരു പരിഷ്കർത്താവാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, 1517 95 തീസിസ് എഴുതി. എത്ര എഴുതി? ഏകദേശം 95 പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തിനെതിരെയാ? റോമൻ കാത്തലിക് ചേർച്ചസിനെതിരെ. അപ്പോൾ ആരാണ് ഈ പ്രിന്റിംഗ് പ്രസ്സിനെ പേടിച്ചിരുന്ന ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ റോമൻ കാത്തലിക് ചേർച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. പ്രാക്ടീസസ് ആൻഡ് റിച്വൽസ്, അവരുടെ പ്രാക്ടീസസും റിച്വൽസും. ഓക്കെ, ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയിലെ റോമൻ കാത്തലിക് ചേർച്ചസ് ആയിരുന്നു ആരെ പേടിച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞ പ്രിന്റിംഗ് പ്രസ്സിനെ. കാരണം അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ചൂഷണപരമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ ആര് സംസാരിക്കാൻ തുടങ്ങി? മാർട്ടിൻ ലൂതർ പോലുള്ള ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. മാർട്ടിൻ ലൂതർ എഴുതിയിട്ടുള്ള 95 തീസിസ്, ഈ 95 തീസിസ് അദ്ദേഹത്തിന് എഴുതാൻ കാരണമായത് എന്താ? പ്രിന്റിംഗ് പ്രസ് വന്നു. സ്വാഭാവികമായിട്ട് തീസിസ് എന്ന് പറഞ്ഞ പ്രബന്ധങ്ങൾ മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ഓരോ കുറ്റകൃത്യങ്ങളെ പറ്റി അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള ഒരു നമ്മൾ ലഘു കുറിപ്പ്, ഷോർട്ട് എസ്സേ എന്നൊക്കെ പറയില്ലേ, അതേപോലുള്ള സാധനത്തിന്റെ വലിയ രൂപത്തിനെയാണ് നമ്മൾ വിളിക്കുക ഈ പറഞ്ഞിട്ടുള്ള തീസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ, ഓക്കെ. എനിവേ, ഈ പറഞ്ഞിട്ടുള്ള മാർട്ടിൻ ലൂതർ ഒരുപാട് 95 തീസിസ് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ തീസിസ് ആളുകൾക്കിടയിൽ എങ്ങനെ എത്തിയത്? സ്വാഭാവികമായിട്ടും 95 എണ്ണം തയ്യാറാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രിന്റിംഗ് പ്രസിന്റെ ആവശ്യമുണ്ട്. പ്രിന്റിംഗ് പ്രസ് ആരാ കൊണ്ടുവന്നത്? ഗുട്ടൻബർഗ് ആണ് കൊണ്ടത്. സ്വാഭാവികമായിട്ട് പ്രിന്റിംഗ് പ്രസ്സിനെ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ റോമൻ കാത്തലിക് ചർച്ചസ് ഈ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങൾ പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ എത്തിക്കാൻ എന്ത് സഹായിച്ചിട്ടുണ്ട്? പ്രിന്റിംഗ് പ്രസ് കൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ഹിസ് ഐഡിയ സ്പ്രെഡ് ലൈക്ക് എ ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ പോലെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്ത് ചെയ്തു? പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞിട്ടുള്ള എല്ലായിടത്തേക്കും അദ്ദേഹത്തിന് ഈ പറഞ്ഞ റോമൻ കാത്തലിക് ചേർച്ചസിനെതിരെ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് എല്ലാവരുടെ ഇടയിലേക്കും ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏതൊരു ലേമാൻ മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം എഴുതി വെച്ചിട്ട് കാട്ടുതീ പോലെ അദ്ദേഹത്തിന് ഐഡിയാസ് എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സെയിൽ ഓഫ് 5000 കോപ്പീസ് ഇൻ ജസ്റ്റ് 1 വീക്ക് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു വീക്കിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഏകദേശം 5000 കോപ്പീസ് ഈ പറഞ്ഞ 95 തീസിസിനെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആളുകളൊക്കെ വായിക്കാൻ തുടങ്ങി, ആളുകൾക്കൊക്കെ മനസ്സിലാവാൻ തുടങ്ങി റോമൻ കാത്തലിക് ചേർച്ച് എന്ന് പറയുന്നത് നമുക്കിതിൽ നടത്തിയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ആ മൊമെന്റ് തൊട്ട് ഈ പറഞ്ഞുള്ള സാധനങ്ങൾക്കൊക്കെ ഈ പറഞ്ഞുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരികയാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി റിഫോർമേഷൻ എന്താണെന്നും കൗണ്ടർ റിഫോർമേഷൻ എന്താണ് ഈ റെനസൻസ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലിറ്റിൽ ബേർഡ്. ഓക്കെ, റെഡി. ആഫ്റ്റർ ദിസ് ദെയർ വാസ് എ സ്പ്ലിറ്റ് ഇൻ ദ ചേർച്ച് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ പറഞ്ഞ ചേർച്ചിനുള്ളിൽ റോമൻ കാത്തലിക് ചേർച്ചസിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു? സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കൂ. അപ്പോൾ ഒരാൾ പറയാണ് പ്രിന്റ് ആസ് ദി അൾട്ടിമേറ്റ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ദി ഗ്രേറ്റർ വൺ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പ്രിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രേറ്റസ്റ്റ് വണ്ണും കൂടിയാണ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, റെഡി, സെറ്റ്. അപ്പോൾ പ്രിന്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇല്ലിറ്ററേറ്റ് ആയിട്ട് നടന്നേനെ, ആളുകൾ ചൂഷണം അനുഭവിച്ചേനെ, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചേനെ. ഫൈൻ, റെഡി. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് കാര്യം ഈ പറഞ്ഞിട്ടുള്ള മെനാക്കിയോ എന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മെനാച്ചിയോ എന്നല്ലെങ്കിൽ മെനാക്കിയോ, വാട്ട് എവർ ഇറ്റ് ഈസ്. മെനാക്കിയോ എ മില്ലർ ഇൻ ഇറ്റലി സ്റ്റാർട്ടഡ് റീഡിംഗ് ബുക്സ്. ഹിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗോഡ് ആൻഡ് ക്രിയേഷൻ വാസ് നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. മെനാക്കിയോ ഈ പറഞ്ഞ ദൈവത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റി വിശദീകരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഹിസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗോഡ് ആൻഡ് ക്രിയേഷൻ വാസ് നോട്ട് അക്സെപ്റ്റബിൾ. എവിടെ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല? ഈ
ഇറ്റലിയിൽ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ടു ദ റോമൻ കാത്തലിക് ചർച്ച്, എന്താണ് റോമൻ കാത്തലിക് ചർച്ചിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഗോഡിനെ പറ്റി അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ റോമൻ കാത്തലിക് സഭയ്ക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ മെനോക്യോനെ അദ്ദേഹം അവരെന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, കൊന്നുകളഞ്ഞു, ബ്ലും കഴിഞ്ഞു. ഓക്കെ, ഫ്രം 1558 1558 ചർച്ച് ബിഗാൻ ടു മെയിൻറ്റെയിൻ എ പ്രൊഹിബിറ്റഡ് ബുക്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ബുക്കുകൾ ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറഞ്ഞിട്ട് മാത്രമേ ആളുകൾ വായിക്കാൻ പാടുള്ളൂ എന്ന് ആര് തീരുമാനിക്കുകയാണ്? റോമൻ കാത്തലിക് സഭ. അതിന് വേണ്ടിയിട്ട് അവർ പ്രൊഹിബിറ്റഡ് ബുക്സ് ഇൻഡെക്സ് അവർ കൊണ്ടുവരികയാണ്. എന്താണ്? നിരോധിത ബുക്ക് സൂചിക എന്നവർ കൊണ്ടുവരികയാണ് 1558. ഓക്കെ, ഫൈൻ, റെഡി, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ട കാര്യമാണ് റീഡിംഗ് മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. എന്താണ് റീഡിംഗ് മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്? നമ്മൾ ഈ പറഞ്ഞ വായന എങ്ങനെയാണ് ആളുകൾക്കിടയിലേക്ക് ഭയങ്കര തോതിൽ ഈ പറഞ്ഞിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ 18th and 19th century യൂറോപ്പ് ഇൻക്രീസസ് ഇൻ ദ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. യൂറോപ്പിൽ ആ സമയത്ത് എന്ത് സംഭവിച്ചു? ലിറ്ററസി റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. സർ അവിടെ മഴയുണ്ടോ അഗ്രാജ്? യെസ് മക്കളെ, ഇവിടെ മഴയാണ്, നല്ല മഴയാണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സമയത്ത് 18th and 19th centuryയിൽ ആളുകൾ വായനശീല ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും ലിറ്ററസി റേറ്റ് അവർ ഇൻക്രീസ് ആയി. റൈസ് ഇൻ ബുക്ക് പബ്ലിക്കേഷൻ, അഥവാ ബുക്കിന്റെ എണ്ണം കൂടി, അവരുടെ പബ്ലിക്കേഷൻസ് കൂടി. മെനി കൾട്ടിവേറ്റഡ് ദ ഹാബിറ്റ് ഓഫ് റീഡിംഗ്, പലരും എന്താണ് വായനാശീലം എന്ന് പറഞ്ഞിട്ടുള്ള ശീലം തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് ഏത് മേഖല 18th and 19th centuryയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഡിമാൻഡ് ഇൻക്രീസ്, അതുകൊണ്ട് തന്നെ ബുക്കിന്റെ ഡിമാൻഡ് കൂടി. സ്വാഭാവികമായിട്ടും ടു സെൽ ദ ബുക്സ് ടു എവറി കോർണർ ഓഫ് ദി യൂറോപ്പ് ദ ബുക്ക് സെല്ലേഴ്സ് ഹയർഡ് ചാപ്മാൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം ഇവിടെ പോസ്റ്റ്മാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി കേട്ടോ. എന്താണ് ചാപ്മാൻ എന്ന് പറഞ്ഞു വെക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇൻ ഫ്രാൻസ് ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു പുസ്തകം ഉണ്ട്. എന്താണ് ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ചീപ്പ് ബുക്സ് പ്രിന്റഡ് ഓൺ ലോ ക്വാളിറ്റി പേപ്പേഴ്സ് ബൗണ്ടഡ് ഓൺ ബ്ലൂ കളർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സാർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇതാണ് ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അത് ബ്ലൂ കളറിൽ വളരെ ചീപ്പായിട്ടുള്ള പേപ്പറിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രിന്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ബിബ്ലിയോത്തിക് ബ്ലൂ എന്ന് പറഞ്ഞ പുസ്തകം. ഫൈൻ, റെഡി. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് the publication helped the scientists to know about the ongoing projects around Europe. ഇങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞുള്ള യൂറോപ്പിൽ പല ഏരിയകളുണ്ടാവും. ഓക്കെ, വേൾഡിലെ പല ഏരിയകളിൽ പല ശാസ്ത്രജ്ഞന്മാരുണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ യൂറോപ്പിലുള്ള ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ നടന്നുള്ള വിവരം ഈ പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് ആ പുസ്തകം അവിടെ എത്തണം. സ്വാഭാവികമായിട്ട് പ്രിന്റിംഗ് മെറ്റീരിയൽസിന് സഹായത്തോടുകൂടി പുസ്തകം ഇവിടുന്ന് അവിടെ എത്തി വിചാരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ലോകത്തെമ്പാടും നടക്കുന്ന പ്രൊജക്ട്സിനെ പറ്റി, ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്ട്രോണമിയിൽ നടക്കുന്ന പ്രൊജക്ട്, പ്ലൂട്ടോയിൽ എന്ത് സംഭവിക്കാം? പ്ലൂട്ടോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹം അല്ല. സോ ഇവിടെ അന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്ലൂട്ടോയിൽ എന്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മറ്റ് ഗ്രഹങ്ങളിൽ, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നക്ഷത്രം വന്നത്, അതിനെ പറ്റിയിട്ട് ഗവേഷണ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അതിനെപ്പറ്റിയുള്ള ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഓൺഗോയിങ് പ്രൊജക്ട്സിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാൻ തുടങ്ങും. ഈ പറഞ്ഞിട്ടുള്ള ബിബ്ലിയോത്തിക് ബ്ലൂ പോലുള്ള പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. ഐഡിയാസ് ഓഫ് തോമസ് പെയിൻ, വോൾട്ടയർ ആൻഡ് ജീൻ ജാക്വസ് റൂസോ ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇവരൊക്കെ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫേഴ്സ് ആണ്. എന്താണ്? ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിലോസഫേഴ്സ് ആണ്. തോമസ് പെയിൻ ആയിക്കോട്ടെ, വോൾട്ടയർ ആയിക്കോട്ടെ, ജീൻ ജാക്വസ് റൂസോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മൊണ്ടേസ്ക്യൂ എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടി ഉണ്ട് കേട്ടോ. ആരാണ്? മൊണ്ടേസ്ക്യൂ പോലുള്ള വ്യക്തികളും കൂടെ ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളാണ്. ഫൈൻ. ഈ പറഞ്ഞ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ റീഡേഴ്സ് മൈൻഡ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി പോലുള്ള ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ പോലുള്ള ഫിലോസഫേഴ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഹരിസാർ നോക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. ഈ പറഞ്ഞ പ്രിന്റ് കൾച്ചർ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞു നോക്കിയിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രിന്റ് കൾച്ചർ ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ചത്? നേരത്തെ കണ്ട തോമസ് പെയിൻ, വോൾട്ടയർ, ജീൻ ജാക്വസ് റൂസോ, മൊണ്ടസ്ക്യൂ പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രിന്റിംഗ് കൾച്ചറുമായിട്ട് അഡാപ്റ്റഡ് ആയത്? 3 റീസൺ ആണ് നമുക്ക് കാണാൻ പറ്റുക, 3 ആർഗ്യുമെന്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് കണക്റ്റഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ടു പ്രിന്റ് കൾച്ചർ എന്ന് പറഞ്ഞു നോക്കേണ്ട ഈ പറഞ്ഞ ഫ്രഞ്ച് റവല്യൂഷനും പ്രിന്റ് കൾച്ചറുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ പറഞ്ഞ 3 ആർഗ്യുമെന്റ്സിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റവല്യൂഷണറി ഐഡിയാസ് വെർ സ്പ്രെഡ് ത്രൂ printed materials like the ideas of Voltaire, Rousseau, etc. So many people were started thinking and questioning against the existing system. ഈ പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി ആളുകളെ പ്രാപ്തമാക്കിയത് ഈ പറഞ്ഞ വോൾട്ടയർ, റൂസോ പോലുള്ള ആളുകളുടെ ആശയങ്ങളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. Then many people read new ideas. Some of them agree with the new thoughts. Some of them do not agree with that. The debate was organized and created in the past social revolution in Europe എന്ന് പറഞ്ഞു നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള എ പാത്ത് ടു എ സോഷ്യൽ റെവല്യൂഷൻ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ ഒരുപാട് ആളുകൾക്ക് റെവല്യൂഷണറി മെൻറ്റാലിറ്റി വരാൻ കാരണം തന്നെ ആളുകൾ ഒന്നിച്ചിരുന്ന് നമുക്ക് നേരെ നടക്കണ അനീതിയെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എന്തിലേക്ക് നയിക്കും? ഒരു റെവല്യൂഷണറി
ഒരു റെവല്യൂഷണറി മോഡിലേക്ക് ആ രാജ്യത്തെ കൊണ്ടെത്തിക്കും. ഓക്കെ ഫൈൻ റെഡി. അപ്പോൾ ഫ്രാൻസിൽ അതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ദെൻ കാർട്ടൂൺസ് ആൻഡ് കാരിക്കേച്ചേഴ്സ് മെയ്ഡ് ഫൺ ഓഫ് മൊണാർക്കി ആൻഡ് അരിസ്റ്റോക്രസി ലേറ്റർ ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് ഹേറ്റഡ് എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞ കാർട്ടൂൺസ് ആയിക്കോട്ടെ കാരിക്കേച്ചേഴ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ഫ്രാൻസിൽ അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു, ഈ പറഞ്ഞ ക്ലർജീസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള നോബിൾസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കളിയാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കാരിക്കേച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളുടെ മുഖം എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹരിസാറിൻ്റെ മുഖം ഇവിടെ സാറ് വരയ്ക്കാം. ഓക്കെ ഇതെന്താണ് ഹരിസാറിൻ്റെ മുഖം എന്ന് വിചാരിക്കുക, ഇത് മുഖം കണ്ണ്. ഓക്കെ റെഡി. ഇത് മൂക്ക് എന്ന് വിചാരിക്കുക. ഫൈൻ. മൂക്ക് വരുന്നില്ല. ഓക്കെ റെഡി. ഇത് മൂക്ക്, ഇത് ചിരി. ഓക്കെ ഇത് ഹരിസാറാന്ന് വിചാരിക്കുക. ഇതെന്താണ് കാരിക്കേച്ചർ സ്വഭാവം. ഓക്കെ നിങ്ങൾ ചിലപ്പോൾ കാർട്ടൂൺ പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ ഫൈൻ. എനിവേ നമ്മളിത് ഡിലീറ്റ് ചെയ്യാണ്, ഇത് വേണ്ട, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദ പീപ്പിൾ വെർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ഡയറക്ട്ലി ബൈ എവരിത്തിങ്. ആളുകൾ അങ്ങനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് പെട്ടെന്നൊന്നും കേൾക്കുന്ന കാര്യം അപ്പോൾ വിശ്വസിക്കുന്ന ആളുകളായിട്ട് പിന്നീട് മാറുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. അക്സെപ്റ്റഡ് സം ഐഡിയാസ് ആൻഡ് റിജക്റ്റഡ് സം ഐഡിയാസ് ടു. കുറേ കാര്യങ്ങൾ അവർ സമ്മതിച്ചു കൊടുത്തു, കുറേ കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കാതിരുന്നു. ഇൻറ്റർപ്രറ്റഡ് തിങ്സ് ഇൻ ദ വേ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പ്രിന്റ് ഡിഡ്ന്റ് ഡയറക്ട്ലി ഷേപ്പ് ദ മൈൻഡ്സ് ബട്ട് ഓപ്പൺ ദ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് ഡിഫറൻ്റ്ലി. ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡിഡ്ന്റ് ഡയറക്ട്ലി ഷേപ്പ് ദെയർ മൈൻഡ്സ്. പ്രിൻ്റ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെ പ്രിൻറ്റിംഗ് മെഷീൻ ഉണ്ടെന്ന് വെച്ചിട്ട് ആളുകൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയില്ല. ആ പ്രിൻറ്റിംഗ് മെഷീനിലൂടെ അവർ ബുക്ക് ഉണ്ടാക്കി ബുക്ക് വായിച്ചിട്ടാണ് ആളുകൾക്ക് മാറ്റം സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ പറഞ്ഞ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് ഡിഫറൻ്റ്ലി, ആളുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് അവിടെയാണ് വരുന്നത്. ഓക്കെ സാറിനെ നേരിൽ കാണാനാ ഹാൻസം. എന്തേ ഇങ്ങനെ കാണാൻ ഹാൻസം അല്ല? എന്ത് ചെയ്യാനാ മക്കളെ? ക്യാമറ കൊള്ളൂല. അതാ ഹരിസാറിനെ നേരിട്ട് കാണാനാ ഹാൻസം. ക്യാമറ പോരാന്ന്, ക്യാമറയിൽ ISO കുറച്ചിട്ടിനി, അതാ സാരില്ല, കാര്യമാക്കണ്ട. ഓക്കെ റെഡി. എനിവേ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കണം തോട്ട്സ് ഓൺ ദ 19th century പ്രിന്റ് റെവല്യൂഷൻ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വിമൺ, ചിൽഡ്രൻ ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ എന്താണ് 19th century സ്ത്രീകളുടെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ സാറൊന്ന് പൊങ്ങി ഇല്ല മക്കളെ, സാറൊന്ന് താഴ്ന്നു. ഓക്കെ വിമൻ, ചിൽഡ്രൻ ആൻഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്ത് ചെയ്യാം? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ നിങ്ങൾ നോക്കേണ്ടത് ചിൽഡ്രനെ പറ്റിയിട്ടാണ്, കുട്ടികളെ പറ്റി നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ ബുക്സ് ഫോർ ചിൽഡ്രൻ ബിക്കെയിം പോപ്പുലർ എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ചിൽഡ്രൻ എന്താണ് ഈ പറഞ്ഞ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളൊക്കെ പോപ്പുലർ ആയിട്ട് വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ദെൻ പ്രൈമറി എഡ്യൂക്കേഷൻ ബിക്കെയിം കമ്പൽസറി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താ പറഞ്ഞു നോക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള ആദ്യം 1ാം ക്ലാസ് അല്ലെങ്കിൽ LKG UKG വാട്ട് എവർ ഇറ്റ് ഈസ് അന്നുണ്ടായിരുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ദെൻ സ്റ്റോറീസ് ആൻഡ് ഫോക്ലോർ റീ റിട്ടേൺ സ്യൂട്ടഡ് ടു ചിൽഡ്രൻസ് മൈൻഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കഥകളായിക്കോട്ടെ, നാടോടി കഥകളായിക്കോട്ടെ, അത് റീ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സ്യൂട്ടഡ് ടു ചിൽഡ്രൻസ് മൈൻഡ്സ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള കുട്ടികളെ മൈൻഡിന് സ്യൂട്ടാവുന്ന രീതിയിൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, നമ്മളൊരു കഥ വായിക്കുകയാണ്, ഒരു വലിയ രാക്ഷസൻ പല്ല് ഇങ്ങനെ വന്നു വലിയ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പേടിച്ചു. അപ്പോൾ കുട്ടികളുടെ ഭാഷയിൽ ഉണ്ടക്കണ്ണുള്ള നല്ല മനസ്സുള്ള രാക്ഷസൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുസ്തകങ്ങൾ മാറ്റിയിട്ട് എഴുതുന്ന പരിപാടിയൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കുട്ടികളുടെ മൈൻഡ് സെറ്റിന് ഓക്കെ ആവുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഗ്രിം ബ്രദേഴ്സ് പബ്ലിഷ്ഡ് ബുക്ക് ഇൻ 1812 എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഗ്രിം ബ്രദേഴ്സ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ ഗോസ്റ്റ് സ്റ്റോറീസ് എഴുതുന്നില്ല. ഗ്രിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലേക്ക് വരിക, പ്രേതത്തിന് പഠിക്കുന്ന ആളുകളെയാണ് ഗ്രിം എന്ന് പഠിക്കുക. അപ്പോൾ ഗ്രിം ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ആളുകൾ എഴുതിയിട്ടുള്ള ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഹൊറർ ജോണറിലുള്ള, എന്താണ് ഹൊറർ ജോണറിലുള്ള പുസ്തകങ്ങളാണ് ഗ്രിം ബ്രദേഴ്സ് എഴുതിയിട്ടുള്ള എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ റെഡി. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കാം നമുക്ക് വിമൻ എങ്ങനെയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം. ഓക്കെ ദേ ഓൾസോ ബിക്കം റീഡേഴ്സ് എന്ന് പറഞ്ഞു നോക്കിയിട്ട് സ്ത്രീകളും എന്ത് തന്നെയാണ് ഈ പറഞ്ഞ റീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല മക്കളെ, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ കൾച്ചർ വെച്ചിട്ട് ഒരു ജെൻഡർ റോൾ വെച്ചിട്ട് സ്ത്രീകൾക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്തു, അവർ വായിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു ബുക്സ് ഫോർ ഹൗസ് കീപ്പിംഗ് ആൻഡ് എറ്റിക്വേറ്റ്, ഈ പറഞ്ഞിട്ടുള്ള വീട് എങ്ങനെ പരിപാലിക്കാം അല്ലെങ്കിൽ എറ്റിക്വേറ്റ് എന്തൊക്കെയാണെന്നുള്ള അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ദേ ബിക്കെയിം ദ റൈറ്റേഴ്സ് ദംസെൽഫ് ജെയിൻ ഓസ്റ്റിൻ ആൻഡ് ദ ബ്രോൺതെ സിസ്റ്റേഴ്സ്. രണ്ട് പേര് നിങ്ങൾ ആലോചിച്ച് വെച്ചോളും. ജെയിൻ ഓസ്റ്റിൻ ആൻഡ് ബ്രോൺതെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളായിരുന്നു ഈ പറഞ്ഞുള്ള ആ സമയത്തുണ്ടായിരുന്ന സ്ത്രീ ക്യാരക്ടേഴ്സ്. ഓക്കെ അതുപോലെ തന്നെ പ്രോമിനന്റ് എമംഗ് ദം എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. വേറെ ഒരുപാട് എഴുത്തുകാരുണ്ട് കേട്ടോ മക്കളെ, അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വേറെയും സ്ത്രീ ക്യാരക്ടേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. എനിവേ ദേ പോർട്രേഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ലൈക്ക് എ പേഴ്സൺ ഹു ഹാഡ് ആൻ ഒപ്പീനിയൻ ഓഫ് ഹെർ ഓൺ, എ സ്ട്രോങ് വിൽ ആൻഡ് ആൻ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു നോക്കുന്നത്. എന്താ പറഞ്ഞു നോക്കുന്നത് ഇവിടെ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ,
അവരവരുടേതായിട്ടുള്ള സ്വന്തത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും എ സ്ട്രോങ് വില്ലുണ്ട്. ഓക്കെ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലുള്ള ആളുകളായിട്ടും ആൻഡ് ആൻ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വമായിട്ടൊക്കെയാണ് സ്ത്രീകളെ ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇതിനിടയിൽ ആശിഷ് എങ്ങോട്ടോ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, സീക്രട്ട്ലി ദേ ലേൺഡ് ഫാത്തിമ. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മക്കളെ. അവർ സീക്രട്ട്ലി അവർ ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ നമ്മൾ നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വർക്കേഴ്സ് എങ്ങനെയായിരുന്നു ഉള്ളത്. വർക്കേഴ്സിൽ ദേ ബിക്കം ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആൻഡ് ലേണിംഗ് നോളജ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് തന്നെയാണ് വായനാശീലം കൂട്ടാനും അവർക്ക് അറിവ് നേടാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ദേ ഡിപ്പെൻഡഡ് ഓൺ കോമൺ ലൈബ്രറീസ് എന്ന് പറഞ്ഞു നോക്കുന്നത് എന്താണ്, അവർ കോമൺ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ഇവരെന്താണ്, കോമൺ ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പൊതു വായനശാലകൾ ഉണ്ടാവില്ലേ, ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് പോയിട്ട് എടുത്ത് വായിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അവരെന്താണ് ഈ പറഞ്ഞ ജോലിയുടെ ഇടയിലൊക്കെ പോയിട്ട് ഓരോ പുസ്തകങ്ങൾ എടുക്കുക, പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് അവരെത്തി. ദേ വർക്കിംഗ് അവേഴ്സ് ഗെറ്റിംഗ് ഷോർട്ടർ, ദേ ഫൗണ്ട് ഹാപ്പിയസ്റ്റ് ആൻഡ് എക്സ്പ്രസിംഗ് ദെയർ തോട്ട്സ് എന്ന് പറഞ്ഞു നോക്കുന്നത് എന്താണ്, അവരെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ട് ചെറുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും 10 മണിക്കൂറൊക്കെ വർക്ക് ഉണ്ടായത് കട്ട് ഡൗൺ ചെയ്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്, വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത് 8 മണിക്കൂറൊക്കെ ആയിട്ട് ചുരുങ്ങിയപ്പോൾ ആ കട്ട് ഡൗൺ ചെയ്ത മണിക്കൂറൊക്കെ അവരെന്ത് ചെയ്തു, വായിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വായനാശീലത്തിന് വേണ്ടി അവർ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്പ്രസിംഗ് ദെയർ തോട്ട്സ് ഓൺ റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാൻ വേണ്ടിയിട്ടും എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു കട്ട് ഡൗൺ ചെയ്ത സമയം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകൾ അതേപോലെ തന്നെ കുട്ടികൾ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ വരിക. ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇന്ത്യയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ആൻഡ് ദ വേൾഡ് ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ, manuscripts ബിഫോർ ദ ഏജ് ഓഫ് പ്രിന്റ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. ഈ പറഞ്ഞ ഇന്ത്യയിൽ നമുക്ക് manuscriptsഉം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും പ്രിസർവിങ് ഇൻഫർമേഷൻ എന്നാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ പ്രിസർവ് ചെയ്യണം ത്രൂ manuscripts വാസ് ആൻ ആൻഷ്യന്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. പഴയ പരമ്പരാഗത രീതിയിൽ നമുക്കറിയാം കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയും. എന്താണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു manuscriptആണ്. ഓക്കെ, ഈ പറഞ്ഞ പല കാര്യങ്ങൾ, ഈ പറഞ്ഞ മന്ത്രവിദ്യകളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആയുർവേദ വിദ്യകളായിക്കോട്ടെ, ഒരു രോഗം വന്നാൽ ചികിത്സിക്കേണ്ട രീതികളായിക്കോട്ടെ, ഇതൊക്കെ എഴുതി താളിയോലകൾ സൂക്ഷിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന സിമ്പിൾ പേരാണ് manuscripts എന്നുള്ളത്. ഓക്കെ ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നോക്കി, ഇന്ത്യ വേരിയസ് ലാംഗ്വേജസ് ലൈക്ക് സാൻസ്ക്രിറ്റ്, അറബിക് ആൻഡ് പേർഷ്യൻ ആൻഡ് സം ലോക്കൽ ലാംഗ്വേജസിലേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വേരിയസ് ലാംഗ്വേജിലേക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ കൺവേർട്ട് ആയി പോയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. റിട്ടൺ ഓൺ പാം ലീവ്സ് എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്താ പാം ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള പാമിന്റെ ലീവ്, ഓക്കെ, ഇല, ഓക്കെ ഫൈൻ, ഓർ എനി അതർ കൈൻഡ് ഓഫ് ഫോംസ്. അവർ പല രീതികളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞിട്ടുള്ള എഴുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. ചാലഞ്ച് ടു കീപ് സേഫ്, എ വെരി ഫ്രജൈൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞു നോക്കുന്നത്. അത് ഇപ്പോൾ വേണമെങ്കിൽ പൊട്ടിപ്പോ, ഇലകളെറിയുമോ, ഓക്കെ, അയ്യോ പാട്ട് പാടിയില്ല. ഓക്കെ, എനിവേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഇലകൾ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലകൾ ഉണക്കി അതിൽ എഴുതി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക, അത് ഫ്രജൈൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരിക. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രിന്റിംഗ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. ഒന്നാമത് ദ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ ഗോവേ ബൈ പോർച്ചുഗീസ് മിഷണറീസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിതമാവുന്നത് ഗോവയിലാണ്, എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഗോവയിലാണ്. അത് പോർച്ചുഗീസുകാരാണ് നടത്തിയിട്ടുള്ളത്. ദെൻ 1579 ഫസ്റ്റ് തമിഴ് ബുക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞു നോക്കുന്നത്. ആദ്യത്തെ ഒരു തമിഴ് പുസ്തകം പബ്ലിഷ് ആയിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി സെറ്റ്. സാർ പാട്ട് പോരട്ടെ. ഇലകളറിയുമോ തരരാരരാരര, ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ടാണ്. ഓക്കെ, 1710 ഫസ്റ്റ് മലയാളം ബുക്ക് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് മലയാളം ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ മലയാളം പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ത് ചെയ്തത്, ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ എഡിറ്റർ ആയിരുന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചിന്തിക്കാം. ഇൻഫർമേഷൻ അബൌട്ട് ട്രേഡ് ആൻഡ് അലൈഡ് മാറ്റേഴ്സ് ആൻഡ് സ്ലേവറി ഇൻ ഇന്ത്യ. എന്തിനെ പറ്റിയിട്ടൊക്കെ വിവരങ്ങൾ കാണാൻ പറ്റും നമുക്ക്, ട്രേഡിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ പറ്റി, സ്ലേവറിനെ പറ്റിയും അടിമത്തത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ചില പുസ്തകങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ബംഗാൾ ഗസറ്റ് പോലുള്ള സാധനങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം. ഇത് ജസ്റ്റ് വായിച്ചാൽ മതി, അത്ര കാര്യമായിട്ട് നിങ്ങൾ അറിയണ്ട. ഓക്കെ, ഈ പറഞ്ഞ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പുസ്തകങ്ങൾ അല്ലെ ബുക്സ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ എല്ലാവർക്കും വായിക്കാൻ കിട്ടിയപ്പോൾ ഇന്ത്യൻസ് എന്തായിട്ട് മാറി, ലിറ്ററേറ്റ് ആയിട്ട് മാറി. എന്തായിട്ട് മാറി, ലിറ്ററേറ്റ് ആയിട്ട് മാറി. ആളുകൾക്ക് വായിക്കാനുള്ള കഴിവ് കിട്ടി, സ്വാഭാവികമായിട്ട് ആളുകൾ ലിറ്ററേറ്റ് ആയി. ഈ ലിറ്ററേറ്റ് ആയപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ. ദാറ്റ്സ് കോൾഡ് ബ്രിട്ടീഷ് പീപ്പിൾ. എന്താണ്, ബ്രിട്ടീഷ് ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ എന്ത് സംഭവിച്ചത്, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ലിറ്ററേറ്റ് ആവുന്നതിനെ പേടിച്ചിരുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർ നമുക്ക് നേരെ നടത്തിയിട്ടുള്ള പല കാര്യങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി.
അപ്പം നമ്മൾ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരൊക്കെ ആയിക്കഴിഞ്ഞാൽ പണി ആർക്കാ കിട്ടുക? പണി കിട്ടാൻ പോണത് ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സിനാന്ന് മനസ്സിലായപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു പുതിയൊരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞിട്ടുള്ള വെർനാക്കുലർ പ്രസ് ആക്ട്. എന്താ ഇതിന് പറയാം? വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയും. ഇതെന്തിനാണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രിൻറ്റിങ് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അച്ചടിച്ച് വരേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയ്ക്ക് അല്ലെങ്കിൽ ഗവർണർക്ക് അനുവാദം കൊടുക്കുന്നതിനാണ് ഈ പറഞ്ഞ വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയും. ഓക്കെ, അതായത് ഈ പറഞ്ഞിട്ടുള്ള എന്ത് വരണം അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഞങ്ങൾ പറയുന്ന മാത്രമേ ഈ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സിലായിക്കോട്ടെ പുസ്തകങ്ങളിലായിക്കോട്ടെ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിയമമാണ് വെർനാക്കുലർ പ്രസ് ആക്ട്. ആരാത് പറയുക? ബ്രിട്ടീഷേഴ്സാണ് പറയുക. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. എന്താണ് ഈ ചാപ്റ്റർ സ്കൂളിൽ സ്കൂളിൽ എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ, റെഡി, സെറ്റ്. അങ്ങനെയാണെങ്കിൽ സെറ്റ്. ജോയ് ബൈ സാർ ഐ മെസ്സേജ് യു. അതെയോ സാർ? നോക്കാം കേട്ടോ, സമയം കിട്ടാത്തതുകൊണ്ടാണ്. നോക്കാവേ. ഇനി ഫ്രീ ആയല്ലോ, ഇനി പോകണമൊക്കെ ആകുമ്പോൾ ഫ്രീ ആണ്. മെസ്സേജ് അയച്ചോ സാറ്? നോക്കാം കേട്ടോ. ഓക്കെ, റെഡി. അങ്ങനെയാണ് ഇനി നമ്മൾ നോക്കാൻ പോണ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻസ് ഓൾസോ പബ്ലിഷ് സം ന്യൂസ് പേപ്പേഴ്സ് ലൈക്ക് ദി ബംഗാൾ ഗസറ്റ് ബൈ ഗംഗാധർ ഭട്ടാചാര്യ, ക്ലോസ് അലൈ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ആള് ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അലൈ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഗംഗാധർ ഭട്ടാചാര്യ എന്ന് പറയുന്ന ഗംഗാധർ ഭട്ടാചാര്യയുടെ ഒരു ബുക്കാണ് ഈ പറഞ്ഞ ഒരു ന്യൂസ് പേപ്പറാണ് എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, റെഡി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് കുറച്ച് ടോപ്പിക്കും കൂടെ ഉള്ളൂ. ന്യൂ ഫോംസ് ഓഫ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താണ് പുതിയ ഫോംസ് ഓഫ് പബ്ലിക്കേഷൻ? നിങ്ങൾ ഓടി വരിക. വേരിയഡ് ഫോംസ് ഓഫ് റീഡിംഗ് മെറ്റീരിയൽസ് കെയിം ഇൻടു പബ്ലിഷിംഗ് വിത്ത് ഇൻക്രീസ് ഇൻ റീഡേഴ്സ് ഡിമാൻഡ്. ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ഹരിസാറിന് നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹരിസാറിന് ആക്ഷൻ ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടം. അതായത് കുറച്ചും കൂടെ മേർഡർ മിസ്റ്ററി പോലുള്ള കഥകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് റൊമാൻറ്റിക് നോവൽസ് വായിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. സാറിനത് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇത്തരത്തിലുള്ള ഓരോരുത്തരുടെ ആവശ്യം റീഡേഴ്സിൻ്റെ ഡിമാൻഡ് വെച്ചിട്ട് ഓരോരോ റീഡിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ഡിമാൻഡ്സ് ലെഡ് ടു ഡിഫറെൻറ്റ് റൈറ്റിംഗ് സ്റ്റൈൽസ്. എന്താണ്? ഓരോ ഡിമാൻഡും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈൽസിലേക്ക് ആളുകൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് പോപ്പുലർ നോവൽ കണക്റ്റഡ് ടു ദ ലൈഫ് ഓഫ് ആൻ ഓർഡിനറി പേഴ്സൺ. നോവൽ എന്ന് പറയുന്നത് സാധാരണ ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് പിന്നീട് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡി. എന്താണ് അക്ഷയക്ക് ചിരിക്കണത്? അപ്പോൾ വിഷ്വൽ പ്രിന്റിംഗ് പോപ്പുലർ ആയിട്ടുള്ള കാലണ്ടേഴ്സ് ആയിക്കോട്ടെ, പിക്ചേഴ്സ് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള ദൈവങ്ങളുടെ ചിത്രങ്ങളായിക്കോട്ടെ, കാലണ്ടേഴ്സ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ജോയ് ബൈ അതെ കേട്ടോ, രണ്ട് വട്ടം ഹരിസാർ മാനിയനാണ്. ദെൻ ദ വ്യൂസ് ഓഫ് ദി പബ്ലിക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ് ടു എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിന്നീട് എന്ത് ചെയ്തു? ആളുകളുടെ വ്യൂസും കാര്യങ്ങളും പെർസ്പെക്റ്റീവ് ഒക്കെ മാറി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്ക് ആളുകൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. അപ്പോൾ കാരിക്കേച്ചേഴ്സ് ആൻഡ് കാർട്ടൂൺ സ്ട്രോങ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാരിക്കേച്ചേഴ്സും കാർട്ടൂൺസും ഒക്കെ അവിടെ അന്നുണ്ടായിരുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാർട്ടൂൺസും കാരിക്കേച്ചേഴ്സും വരച്ചത്. എന്താണ് അവിടെ നടക്കുന്നത്, അതിനെതിരെ ചോദ്യം ചെയ്യുന്നത്, അതിനെതിരെ അവർ ഈ പറഞ്ഞിട്ടുള്ള പ്രതികരിച്ചതാണ് കാർട്ടൂൺസും കാരിക്കേച്ചേഴ്സും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിമൺ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇൻഫ്ലുവൻസ്ഡ് ബൈ പ്രിന്റ് കൾച്ചർ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഓപ്പണിംഗ് ഓഫ് വിമൺ സ്കൂൾസ്, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഗേൾസ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ, സ്ത്രീകൾക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാറിയിട്ട് ഈ പറഞ്ഞ ഗേൾസ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് സ്ത്രീകൾക്ക് ഒരു അനുമതി കിട്ടിയെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മെനി വിമൻ ഹാവ് ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ഡിസ്പൈറ്റ് സച്ച് സ്ട്രോങ് ഡിസഗ്രിമെന്റ് ഫ്രം ദ റിലീജിയൻ. അവരുടെ മതത്തിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിഷനും കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ പോലും അവർ വായിക്കാനും എഴുതാനും പഠിക്കാനും റെഡി ആയിട്ടുള്ളവരായിരുന്നു. റാഷ് സുന്ദരി ദേവി പോലുള്ള ആളുകൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. റാഷ് സുന്ദരി ദേവിയുടെ ഓട്ടോബയോഗ്രഫിയാണ് അമർ ജിബാൻ എന്ന് പറയുന്നത്. കൈലാഷ് ഭാഷിണി ദേവിയുടെയാണ് റോട്ട് അബൌട്ട് വിമൻസ് എക്സ്പീരിയൻസ് ഇൻ ഹൗസസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ വീടുകളിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കൈലാഷ് ഭാഷിണി ദേവിയുടെ. താരാബായ് ഷിൻഡെ ആൻഡ് പണ്ഡിത രമാബായ് റോട്ട് ദ മിസറബിൾ ലൈഫ് ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദു വുമൻസ് ഇൻ ദെയർ ലൈഫ് ഇൻ ദെയർ ഹൗസ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഹിന്ദു മതത്തിലെ അപ്പർ കാസ്റ്റിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ആര് കൊണ്ടുവന്നിട്ടുണ്ട്, ആര് പുറത്തെത്തിച്ചിട്ടുണ്ട്? പണ്ഡിത രമാബായിനെ പോലുള്ള ആളുകളും അതുപോലെ തന്നെ താരാബായ് ഷിൻഡെനെ പോലുള്ള ആളുകളും. ദെൻ നമ്മൾ നോക്കുക പ്രിന്റ് ആൻഡ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഭാഗമാണ്. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫിയർഡ് ലൂസിങ് ഇറ്റ്സ് മോണോപ്പൊളി. നമുക്കറിയാം
ഈ പറഞ്ഞ ഇന്ത്യൻസിന് അറിവും വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർ പേടിച്ചു. അവരുടെ മോണോപ്പൊളി ഇന്ത്യയിൽ നിന്ന് ഇല്ലാണ്ടാക്കുമോ, ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇല്ലാണ്ടാക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്? ദ ക്രിറ്റിസിസം റീച്ച് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു നോക്കേണ്ടത്. എന്താണ് ദ ക്രിറ്റിസിസം റീച്ച് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ്? ഗവൺമെന്റിലേക്ക് ഈ പറഞ്ഞ ഓരോ ക്രിറ്റിസിസം എത്താൻ തുടങ്ങി എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ ടുക്ക് മെഷേഴ്സ് ടു കൺട്രോൾ ദ പ്രസ്. അവിടെയാണ് ഈ പറഞ്ഞ മെഷേഴ്സ് കൺട്രോൾ വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് വെർനാക്കുലർ പ്രസ് ആക്ട്. ഓക്കെ, കൽക്കട്ട സുപ്രീം കോർട്ട് എന്ത് ചെയ്തു? ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടു കൺട്രോൾ ഫ്രീഡം ഓഫ് ദ പ്രസ്. 1835 പ്രസ് ലോസ് എന്ന് പറഞ്ഞ ലോസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ അത് റിവൈസ് ചെയ്തു. തോമസ് മെക്കാളെ എന്ത് ചെയ്തു? എ കേണൽ ഒഫീഷ്യൽ ഫോർമുലേറ്റഡ് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ന്യൂ റൂൾസ് ആൻഡ് ഗേവ് ദി ഫ്രീഡം ടു പ്രിന്റ് ഇൻ ദ പ്രസ്. പിന്നീട് പ്രസ് ലോസിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യൻസിന് എത്ര വേണമെങ്കിലും ഇനി പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങളും കൊണ്ടുവരാം, ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളും അവരുടെ ആശയങ്ങൾ കൊണ്ടുവരാമെന്ന് തോമസ് മെക്കാളെ പിന്നീട് പ്രസ് ലോസ് മാറ്റിയതിലൂടെ 1835 പ്രസ് ലോസ് മാറ്റിയതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ 1857 സ്ട്രിക്ട് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി പ്രസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. 1857 സ്ട്രിക്ട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1878 വെർനാക്കുലർ പ്രസ് ആക്ട്, ഇതാണ് സാർ നേരത്തെ പറഞ്ഞ വെർനാക്കുലർ പ്രസ് ആക്ട് വാസ് പാസ്ഡ്. ഗവൺമെന്റ് കൺട്രോൾ ഓവർ ദി പ്രിന്റിംഗ് മെറ്റീരിയൽസ്. ഗവൺമെന്റിന് തീരുമാനിക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഗവൺമെന്റ് ആരാ? ഇന്ത്യ ഗവൺമെന്റ് അല്ല, ഇവിടെ ഉള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കാം കേട്ടോ. The restrictions even more ignited the freedom struggle എന്ന് പറഞ്ഞു നോക്കേണ്ട. ആളുകൾക്കിടയിലുള്ള സ്വാതന്ത്ര്യ സമയത്തിന്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി എന്തിനെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും, ഈ പറഞ്ഞ വെർനാക്കുലർ പ്രസ് ആക്ട് ആയിക്കോട്ടെ, പ്രസ് ലോസ് ആയിക്കോട്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാലഗംഗാധര തിലകന്റെ കേസരി അതിനൊരു എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓണം ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് CBSE 10 ലക്ഷ്യ ബാച്ചിൻ്റെ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. 75909021 22 നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും കൂടെ ജോയിൻ ചെയ്യാം ഫോർ അവർ നോട്ട്സ് ആൻഡ് അപ്ഡേറ്റ്സ്. ഓക്കെ, ഫൈൻ, റെഡി. ഇനിയിപ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഹരിസാറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ സംസാരിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും മെസ്സേജ് വെച്ച് പറയാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ജോയ് ബോയ് പറഞ്ഞ പോലെ ഹരിപ്രസാദ് _K18 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് നോക്കിയാൽ ഫോളോ ചെയ്ത് വെച്ചോളൂ. റെഡി, സെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫോളോ ഒക്കെ ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇനി എൻ്റെ മക്കൾ ഒരു കാര്യം കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ട്. സാർ ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യാണ്, ഇവിടെ ചോദിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വെർനാക്കുലർ പ്രസ് ആക്ട് എന്താണ്? വെർനാക്കുലർ പ്രസ് ആക്ട്. വെർനാക്കുലർ പ്രസ് ആക്ട് was passed in the year ഡാഷ്. എത്രയാണെന്നാണ് ചോദ്യം, എപ്പോഴാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ അല്ല കേട്ടോ, ലൈവ് എൻ്റെ അതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, പാട്ട് പാടണം മക്കളെ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി നീർത്തുമ്പോൾ വരാതൻ പാടു നീ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. ഓക്കെ, ലിറ്റിൽ ബേർഡ്സ്, താങ്ക് യു. ഫുൾ വരി സാറിന് അറിയില്ല, അതുകൊണ്ട് സാർ എന്ത് ചെയ്തു? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. എന്ന് പറഞ്ഞിട്ട് സാർ എന്ത് ചെയ്തു? അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം. അപ്പം ഗുഡ് നൈറ്റ്, നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് ഇരിക്കുക കേട്ടോ. ബൈ ബൈ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എപ്പോഴാണ് ഈ പറഞ്ഞ വെർനാക്കുലർ പ്രസ് ആക്ട് പാസ് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചോളൂ. ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.